സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? റിസർച്ചിന്റെ ഭാഗമായിട്ടാന്നാ പറഞ്ഞേ. ഓക്കെ, വരാൻ പറയാം. ഹായ് സാർ, ഞാൻ ഇവാൻ ഏലിയാസ് ആർഡൻ. ഞാൻ ക്രിമിനൽ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. എന്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നേ. ഓക്കെ വാൻ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് വയലന്റ് ക്രിമിനൽ ബിഹേവിയർ, ഇതാണ് എന്റെ റിസർച്ചിന്റെ ടോപ്പിക്. ഇതിന്റെ ഭാഗമായിട്ട് ക്രിമിനൽസിന്റെ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മോട്ടീവ്, ക്രൈംസ്, ഇതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി വന്നേ. ഇതിനെ പറ്റിയൊരു കേസ് ഉണ്ടെങ്കിൽ ഓ, മനസ്സിലായി. അപ്രൂവലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആർച്ചി റൂം കാണിച്ചു കൊടുക്ക്. താ ഇയാളുടെ കൂടെ ചെന്നോ. ഓക്കെ, താങ്ക് യു സാർ. പഴയ കേസ് ഫയൽസ് എല്ലാം ഇവിടെയാ വെച്ചേക്കണേ. ബിൽഡിംഗ് പണി നടക്കുന്നുണ്ടേ. എല്ലാം പഴയ തെളിഞ്ഞതും തെളിയാത്ത കേസ് ഫയലും ഇവിടെ ഉണ്ട്. നല്ല പൊടി കാണും. അലർജി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, ഇല്ല. ദേ, ഇതെല്ലാം ദാരുണ കൊലപാതകങ്ങൾ ചെയ്ത ഭ്രാന്തന്മാരുടെ കേസ് ഫയൽസാ. ഓ സോറി, നിങ്ങൾക്ക് ഒരു പേഷ്യൻസ് ആണല്ലോ, സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ക്രിമിനൽസ്. അയ്യോ സോറി, ഞാൻ അറിയാതെ തട്ടിയിട്ടതാ. ഏയ്, അതൊന്നും കുഴപ്പമില്ലെന്നേ. വെൽമോറ കേസ് ഫയൽ. അല്ല, ഇത് ഏത് കേസാ? ഇത് കുറച്ച് പഴയ കേസ് ഫയലാണ്. ഓ, എന്താ കേസ്? ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇത് തനിക്ക് ഉപകരിക്കുമോ നോക്ക്. ഒരു കോളേജ് സ്റ്റുഡന്റിനെ കൊന്ന കേസാ. കേസ് ഫയലിൽ പറയുന്നത് അയാൾക്ക് മാനസികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാ. ഓ, അതെ. അല്ല വേണ്ട, താൻ വേറെ വല്ല കേസും എടുക്ക്. അതെന്താ? അല്ല, ഇത് താൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കേസൊന്നുമല്ല. താൻ വേഗം ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? താനിവിടെ നിൽക്ക, ഞാൻ എടുത്തിട്ട് വരാം. നീ വന്നോ? എന്തായി പോയ കാര്യം? അതൊക്കെ ഞാൻ എടുത്തു. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കേസ് കൂടെ എന്റെ കണ്ണിപ്പെട്ടു. അതേത് കേസ്? ഡീറ്റെയിൽസ് ഞാൻ പറയാം. നിന്റെ റിസർച്ചിന് ഉപയോഗമാകുന്നതല്ലേ? അതാണോന്ന് എനിക്കറിയില്ല. ബെസ്റ്റ്. പിന്നെ നീ എന്തിനാ കേസ് ഫയലും തപ്പി പോയത്? എടാ, ഈ കേസ് ഫയൽ അയാള് വായിച്ചപ്പോ അയാള് പെട്ടെന്ന് വേറെ കേസ് നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. അതിലെന്തോ ഇല്ലേ? അതത്ര ചിന്തിക്കാനില്ല. അവരാരെയോ കവറപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത കേസായിരിക്കും. അത് തന്നെ എനിക്കും തോന്നുന്നേ. അത് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആദ്യം ഉള്ള പണി തീർക്ക്, എന്നിട്ടല്ലേ. എടാ, ഈ കേസ് ഫയൽ കണ്ടിട്ട് എന്തോ എനിക്കങ്ങനെ വേണ്ടെന്ന് വെക്കാൻ തോന്നില്ല. ഈ അടുത്തിടെ നടന്ന കേസ് വല്ലതാണോ? അല്ല, 2004. ബെസ്റ്റ്. നിനക്ക് വേറൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? എടാ, 2004 നടന്ന കേസല്ലേ? അതായത് 22 വർഷം കഴിഞ്ഞ്. ഇപ്പൊ ഇത് കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ? കേസ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കണം. അല്ലാതെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ക്ലോസ്ഡ് ആയ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വലിയ ഗുലുമാലാകും. എടാ, ഇത് കോൺഫിഡൻഷ്യലായി പോലീസിനെ വെച്ച് അന്വേഷിക്കാനല്ല, ജസ്റ്റ് ഒരു റിസർച്ച് പോലെ, അത്രേ ഉള്ളൂ. ആദ്യം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നത് കേൾക്ക്. അതിന് വല്ല ചെലവൊന്നും ഇല്ലല്ലോ. ഓക്കെ, നീ പറ. 2004 ജൂലൈ 14 വെൽമോറയിലെ മാപ്പിൾമേർ എന്ന തടാകത്തിനരികിൽ നിന്ന് ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. അത് വെൽമോറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന 19 വയസ്സുള്ള നോയൽ ഐസക്കിന്റെ ആണെന്ന് പോലീസ് തിരിച്ചറിയുന്നു. പ്രാഥമികമായ സംഭവം മുങ്ങിമരണമായി സംശയിക്കപ്പെട്ടുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ കണ്ടെത്തിയ മർദ്ദനമേറ്റ പാടുകൾ, കൈകളിലും കഴുത്തുകളിലും ഉണ്ടായ ക്ഷതങ്ങൾ, ബലപ്രയോഗത്തിന്റെ അടയാളങ്ങൾ, ഇവയെ അടിസ്ഥാനമാക്കി കേസ് പിന്നീട് കൊലപാതകമായി പരിഗണിക്കപ്പെട്ടു. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം മരണത്തിനു മുൻപ് വിക്ടിമിന് നേരെ ശാരീരിക ആക്രമണം നടന്നിട്ടുണ്ടാകുമെന്നും സംശയിക്കുന്നു. അതേസമയം മൃതദേഹം തടാകത്തിൽ നിന്ന് കണ്ടെടുത്തതിനാൽ മരണകാരണം ഡ്രോണിംഗ് അസോസിയേറ്റ് ഹോമിസൈഡ്, അതായത് മുങ്ങിമരണവുമായി ബന്ധപ്പെട്ട കൊലപാതകം എന്ന രീതിയിൽ രേഖപ്പെടുത്തി. ഓ, അപ്പൊ നോയൽ മുങ്ങി മരിച്ചതാണ്. പക്ഷേ ഈ കേസ് ഫയൽ കണ്ടിട്ട് എന്തോ ആരൊക്കെയോ മനഃപൂർവ്വം എഴുതി ഉണ്ടാക്കിയതുപോലുണ്ട്. ക്രൈം സീൻ ഫോട്ടോസ് ഒന്നും അത്ര ക്ലിയർ അല്ല. എടാ, ഒന്നാമതേ ഇത് 22 വർഷം പഴക്കമുള്ള ഫോട്ടോ. പിന്നെ അന്നത്തെ കാലത്ത് ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വലിയ കാര്യം. പിന്നെ ഈ ഫോട്ടോ വെച്ചിട്ട് മുങ്ങിമരണമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ,
കേസ് ഫയലിൽ പറയുന്നുണ്ടല്ലോ അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു, ബലപ്രയോഗം ഉണ്ടെന്ന്. അത് ശരിയാണ്. എന്നാലും എടാ, സംശയത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാ ഇങ്ങനെയാ. നിന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ ഇത്രയും കേട്ടു നിന്ന്. നീ വെറുതെ ഓവർ ഒബ്സസ്ഡ് ആവണ്ട. നീ ആദ്യം കരിയർ ഫോക്കസ് ചെയ്യാൻ നോക്ക്. എടാ, എനിക്ക് ഈ കേസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതെനിക്ക് ഗുണമേ ചെയ്യൂ. ബിക്കോസ് കേസിന്റെ മോട്ടീവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ? എടാ, വിക്ടിം ഐഡന്റിഫൈ, ഒട്ടോപ്സി എല്ലാം കഴിഞ്ഞ് വിക്ടിം ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ട്. അത് കേസിന് വളരെയധികം യൂസ്ഫുൾ ആണ്. അതേപോലെ കവറപ്പ് ചെയ്യാനും എളുപ്പമാണ്. അതായത് നോയലിനെ പറ്റി പൊതുവായി അറിയുന്നത് നോയൽ ഒരു ഓർഫനാണ്, ലൈബ്രറിയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തിരുന്നു, പിന്നെ വെൽമോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പോലീസിന്റെ കണ്ടെത്തലിൽ കേസ് ഫയലിൽ പറയുന്നത് നോയൽ ഐസക് ഒരു റെബല്യസ് സ്റ്റുഡന്റ് ആണ്, വേവ ടീനേജർ ആണ്, അതുപോലെ ഡെലിക്വന്റ് അസോസിയേറ്റ് ആണ്. എന്നുവെച്ചാൽ ക്രിമിനൽസുമായി ബന്ധം പുലർത്തിയിരുന്ന വഴിതെറ്റി നടക്കുന്ന ഒരു പയ്യൻ. ഇതാണ് കേസ് ഗെന്നത്ത് ഇഗ്നേഷ്യസിലേക്ക് പോയത്. ഇതാണ് നോയൽ ഐസക്. അച്ചോടാ, നല്ല ക്യൂട്ട് പയ്യൻ. പാർട്ട് ടൈം ജോലി ചെയ്ത ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പയ്യൻ സമൂഹം എളുപ്പം ജഡ്ജ് ചെയ്യും. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം അവനെ ഇങ്ങനെ ചിത്രീകരിച്ചതാണെങ്കിലോ? ആകാം. പക്ഷേ എടാ, ഈ കേസ് അന്വേഷിക്കാൻ ഞാൻ മടി കാണിക്കാൻ കാരണം ഇതിൽ ഉൾപ്പെട്ടവരൊക്കെ ജീവനോടുണ്ടോന്ന് തന്നെ അറിയില്ല. 22 വർഷം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഗന്നത്തിന് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 23. അപ്പോ കാൽക്കുലേറ്റ് ചെയ്താ ഇപ്പൊ ഒരു 45 വയസ്സ് കാണും. ജയിൽ ശിക്ഷ കഴിഞ്ഞെങ്കിൽ കണ്ടുപിടിക്കാൻ പാടാണ്. കഴിഞ്ഞല്ലേ എങ്ങനെയും ആളെ പോയി കണ്ടിട്ട് നമുക്ക് ഹീസ് ഡെഡ്. വാട്ട്? ഗന്നത്ത് ഇഗ്നേഷ്യസ് ആണ് ഈ കേസിലെ പ്രൈം സസ്പെക്ട്. കാരണം ഗന്നത്ത് നോയലുമായി ബന്ധം പുലർത്തിയിരുന്നു. അവർ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളവരുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. മരണത്തിന് തൊട്ടു മുൻപ് കോളേജിൽ നിന്നിറങ്ങിയ നോയൽ ഗന്നത്തിന്റെ കൂടെ പോയതായി കണ്ട ഒരു ഐ വിറ്റ്നസ്സും ഉണ്ട്. അതാണ് കേസ് ഗന്നത്തെ സ്ട്രോങ് ആക്കിയത്. ഗന്നത്തിനെ പറ്റി പറയാനാണെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. പല കേസിലും അയാളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാണ് കേസിൽ പറയുന്നത്. അതാണ് നോയലിനെ കൊല്ലാനുള്ള മോട്ടീവ് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്ത് ഇഷ്യൂ ആണ്? കേസ് ഫയലിൽ പറയുന്നത് ഗന്നത്ത് ഹാഡ് ഒബ്സസീവ് വയലന്റ് ടെൻഡൻസീസ്. ദേ ആർ ഇംപ്ലൈയിങ് ഹി കിൽഡ് നോയൽ ഔട്ട് ഓഫ് പത്തോളജിക്കൽ പൊസസീവ്നെസ്. എന്ന് വെച്ചാൽ അതായത് ഗന്നത്ത് ഓൾറെഡി ഒബ്സസീവ് വയലന്റ് ടെൻഡൻസി ഉള്ള ഒരാളാണ്. അതായത് അക്രമ സ്വഭാവത്തിലേക്ക് നയിക്കുന്ന അമിതമായ മാനസിക അധീനത. നോയലിനോടുണ്ടായിരുന്നത് പത്തോളജിക്കൽ പൊസസീവ്നെസ്, അമിതമായി സ്വന്തമാക്കാനുള്ള വികൃതമായ മാനസിക പ്രവണത. അതിന്റെ പേരിലാണ് ഗന്നത്ത് നോയലിനെ കൊലപ്പെടുത്തിയത് എന്നാണ് മോട്ടീവ്. എടാ, ഇതൊക്കെ പോസിബിൾ ആണോ? സൈക്കോളജിക്കലി പോസിബിൾ ആണ്. ചില ആളുകൾ ഒരാളോടുള്ള ഇമോഷൻ ഫിക്സേഷൻ അത്രത്തോളം വളരും. അവരെ സ്വന്തമാക്കണമെന്ന തോന്നൽ, അവർ മറ്റൊരാളിലേക്ക് മാറുമോ എന്ന ഭയം, ഇതൊക്കെ ചിലപ്പോൾ വയലന്റ് ടെൻഡൻസിയിലേക്ക് നയിക്കാം. പിന്നെ പതോളജിക്കൽ പൊസസീവ്നെസ് എന്നൊക്കെ പറയുന്നത് അതുപോലുള്ള കണ്ടീഷനാണ്. ഒരു വ്യക്തിയെ സ്വന്തം കൺട്രോളിൽ വെക്കണമെന്ന വികൃതമായ മാനസികാവസ്ഥ. അതുകൊണ്ടാണ് ഇതൊരു സ്ട്രോങ് മോട്ടീവ് ആയത്. പിന്നെ കേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഗന്നത്ത് നോയലിനെ സ്നേഹിച്ചിരുന്നോ? ജാസൻ, ലവ് വേറെ, ഒബ്സഷൻ വേറെ. പക്ഷെ ഇതൊക്കെ ഉള്ളത് തന്നെയാണോന്നാ എനിക്ക് അറിയേണ്ടത്. അങ്ങനെ തോന്നാൻ കാരണം പോലീസ് ഗന്നത്തിനെ കസ്റ്റഡി എടുക്കുന്നു. സ്റ്റേഷനിൽ വെച്ചോ കോടതി വെച്ചോ ഗന്നത്ത് ഒരക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല. അതായത് കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഹി ലുക്ക് ഡിപ്രസ്ഡ്, തകർന്നു പോയ ഒരാളെ പോലെ. പിന്നീട് ജയിലിലായി. 2 ദിവസം കഴിഞ്ഞ് അവൻ ജയിൽ ചാടുന്നു. അതിനുശേഷം സ്വന്തം ഇഷ്ടപ്രകാരം തിരികെ സറണ്ടറായി. അന്നേ രാത്രി ജയിലിൽ വെച്ച് സൂയിസൈഡും ചെയ്തു. കേസ് ക്ലോസ്ഡ്. ഇത് സ്ട്രേഞ്ചായി തോന്നാൻ കാരണം ബിക്കോസ് ഇത്ര ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾ ഇത്ര എളുപ്പം തകർന്നു പോകില്ല. ഒബ്സസീവ് വയലന്റ് ടെൻഡൻസി ഉള്ള ഒരാൾ ഒരു വാക്കുപോലും പറയാതെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കീഴടങ്ങി സൂയിസൈഡും ചെയ്യില്ല. അത് ശരിയാ. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ സൂയിസൈഡും ചെയ്യില്ല. ജയിൽ ചാടിയ ആൾക്ക് രക്ഷപ്പെട്ടൂടെ? എന്തിനാ തിരിച്ച് കീഴടങ്ങുന്നേ? അതെ, അതാണ് എനിക്ക് ഈ കേസിൽ എന്തോ ഒരു അപാകത തോന്നിയത്. എന്റെ സമാധാനം കൂടെ കളഞ്ഞല്ലോടാ നീ. പക്ഷെ ഇത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. അതെ, ആദ്യം ഞാൻ എതിർത്തു. പക്ഷേ കേസ് അറിഞ്ഞപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ്. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടാകും. ആദ്യം എനിക്ക് നീ ചെയ്തു തരേണ്ട ഹെൽപ്പ്, ഈ ക്രൈം സീൻ ഫോട്ടോസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് തരണം. ഇത്ര പഴയ ഫോട്ടോ ആയതുകൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റുമോ? അല്ല, നീ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ അല്ലേ? ഈസി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ച് സമയം തന്നാൽ ഇതിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് ഒട്ടോപ്സി അനലൈസ് ചെയ്യണം. അതിനാദ്യം റിപ്പോർട്ട് കൈ കിട്ടണം. അതിലൊരു വഴിയുണ്ട്. നിനക്ക് പതോളജി ആർച്ചി റൂമിൽ പോയാ പോരെ?
ഹായ് ഡയാന. ഹലോ ജാസൻ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഹായ് ഇവാൻ. ഞാൻ ഫോണിൽ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ ഇവിടുത്തെ ഇന്റേൺ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പഴയ കേസ് ഫയൽ ആയതുകൊണ്ട് ആരെയും അറിഞ്ഞാലേ ചോദ്യം വരും. ആരും കാണാതെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ഒന്നുമില്ലേലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അതെ അതെ. പഴയ ഫയൽസ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യാത്തോണ്ട് ബേസ്മെന്റ് ആർച്ചീവ് റൂമിലാ. കൂടെ വരും. നീ കേസിന്റെ കാര്യം പറഞ്ഞോ? ഇല്ല, റിസർച്ചിന് വേണ്ടിയാണെന്നാ പറഞ്ഞേക്കണേ. ദയവ് ചെയ്ത് തൊള്ള തുറന്ന് പണി വാങ്ങി തരരുത്. ഇല്ല. ഇതാ. ഓ താങ്ക് യു. നോ മെൻഷൻ. ജാസന്റെ ഫ്രണ്ടിന് വേണ്ടിയല്ലേ? പിന്നെ പെട്ടെന്ന് വേണേ. ഓ ഷോ. കിട്ടിയ? യെസ്. അല്ല, നിനക്കെങ്ങനെ ഇവളെ പരിചയം? നിന്റെ പേര് പറയുമ്പോഴേ അവൾക്കൊരളക്കമുണ്ടല്ലോ. അതോ കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. അവൾക്ക് എന്നോട് മുടിഞ്ഞ ക്രഷാ. നിന്നോടാ? എന്താണ് എനിക്കൊരു കുഴപ്പം? എന്നിട്ട് നീ എന്താ കൂടെ കൂട്ടാഞ്ഞേ? ഏയ്, നമുക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കാനല്ലേ അറിയൂ. എന്തുവാ? എടാ പൊട്ടാ, അവള് കെട്ടിയതാ, ഒരു കൊച്ചുണ്ട്. ആ ബെസ്റ്റ്. അത് വിട്, പോയ കാര്യം എന്തായി? അത് ഞാൻ ഊഹിച്ചതുപോലെ തന്നെ. ഓട്ടോപ്സി കണ്ടിട്ട് എന്തൊക്കെയോ മനഃപൂർവ്വം മറച്ചു വെച്ച പോലെ. ഇറ്റ്സ് ഫീൽ മാനിപ്പുലേറ്റഡ്. ഇത് കണ്ടോ, നമ്പർ മിസ്മാച്ച് ഉണ്ട്. അതായത് 1 പേജ് ഇസ് മിസ്സിംഗ്. ആരോ മനഃപൂർവ്വം മാറ്റി. പിന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ. എന്തെങ്കിലും കിട്ടിയാലോ? ഫോട്ടോ ഇപ്പൊ കിട്ടും. എന്തായാലും 2 ദിവസമെങ്കിലും എടുക്കും. ഫോട്ടോ ഹെവി ഡീഗ്രേഡഡ് ആണ്. ഡീറ്റെയിൽസ് റിക്കവർ ചെയ്യാൻ ടൈം എടുക്കും. പിന്നെ നിനക്കാണെങ്കിൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. നിനക്ക് നല്ല കോണ്ടാക്ട്സ് ഉള്ളതല്ലേ? ഈ ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ റീത്ത ബെന്നിനെ ഒന്ന് അന്വേഷിക്കാമോ? ഹാടാ, ഞാൻ നോക്കാം. എന്താടാ? ഹേയ്, ഒന്നുമില്ലപ്പാ. അവനെന്താ കയറിയിട്ട് പോവാന്? അവന് തിരക്കുണ്ടെന്ന്. എന്തായി നിന്റെ റിസർച്ച്? അതിന്റെ ഓട്ടപ്പാച്ചല്ല. ഒത്തുവന്ന ഞാൻ കുറെയൊക്കെ സത്യങ്ങൾ തെളിയിക്കും. രാജക്ക, നിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് പുലിവാലൊന്നും പിടിക്കരുത്. ഏയ്, അങ്ങനൊന്നും ഇല്ലെന്നേ. ഒരു ക്യൂരിയോസിറ്റി. ഈ വർഷത്തെയാണോ അതോ 2004? എന്റെ കർത്താവേ, വേറെ കേസൊന്നും കിട്ടാഞ്ഞിട്ടാണോ? ഇത് റിസർച്ചിന് വേണ്ടിയൊന്നും അല്ല ഞാൻ ഈ മെനക്കെടുന്നെ. എന്തോ ആരും എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുക, നീ ഇതിന്റെ പുറകെ പോണോന്ന്. പോയി പണിയാകാതിരുന്നാ മതി. അല്ലപ്പാ, 2004 അപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്കൊരു 30 വയസ്സ്. എന്തേ? ഏയ്, ഒരു കൗതുകത്തിന് ചോദിച്ചതാ. 2004 ഞാൻ വെൽമോറയില. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ മാൽഗയിലേക്ക് പോയി. പിന്നിപ്പൊ ഇവിടെ എൻറിച്ച്. അപ്പോ മാൽഗയിൽ വന്നോണ്ടല്ലേ എന്നെ കിട്ടിയത്? എടാ, അറിയുന്നവര് പറയും നീ എന്റെ ദത്തപുത്രനാണെന്ന്. പക്ഷെ എനിക്ക് നീ ഞാൻ തെരഞ്ഞെടുത്ത കുടുംബമാണ്. എന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ എനിക്ക് കൂട്ടായി കിട്ടിയ എന്റെ സമ്മാനം. ലവ് യു അപ്പാ. എന്നാ കാര്യങ്ങൾ നടക്കട്ടെ. നീ വന്നോ? പിക്ക് റെഡിയായി. റൂമിലോട്ട് വാ. കുടിക്കാൻ എന്താടാ വേണ്ടേ? ഹേയ്, ഒന്നും വേണ്ട ആന്റി. എന്നാ വാടാ. അമ്മ, ഞങ്ങൾ റൂമിൽ കാണേ. ഇതാ പിക്ക്. കണ്ടിട്ടെന്താ തോന്നണേ? ഓട്ടോപ്സിയും പിക്കും തമ്മിൽ മിസ്മാച്ച് ഉണ്ട്. ഓ, ദേ നോക്കിയേ. ഹെഡിന്റെ പുറകെ ക്ഷതമേറ്റ പാട് കണ്ടില്ലേ? ഈ മുറിവ് കുറച്ച് ഡീപ്പായിട്ട് പിക്കി കാണാം. ബട്ട് ഓട്ടോപ്സി പറയുന്നത് മൈനർ ഇഞ്ചുറി എന്നാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേജ് മിസ്സിംഗ്, ഹാൻഡ് റൈറ്റിംഗ് ഡിഫറൻസും ഉണ്ട്. ആരോ എഴുതി ചേർത്ത പോലെ. ഇതിന്നെല്ലാം ഓട്ടോപ്സിയിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഞാൻ കണ്ടെത്തിയത് ഇത് നോക്ക്. ഓട്ടോപ്സി പ്രകാരം എസ്റ്റിമേറ്റഡ് ഡെത്ത് ടൈം ജൂലൈ 14 പുലർച്ചെ 12 മുതൽ 2 AM വരെയാണ്. പക്ഷേ ബോഡി കണ്ടെടുത്തത് രാവിലെ 7 മണിക്ക്. അപ്പോൾ മാക്സിമം ഒരു 5-6 മണിക്കൂർ മാത്രമേ ബോഡി വെള്ളത്തിൽ കിടന്നിട്ടുണ്ടാകൂ. പക്ഷെ ഫോറൻസിക് നോട്ടിൽ പറയുന്ന നോയൽ ഇട്ടിരുന്ന ക്ലോത്ത്സിന്റെ കണ്ടീഷൻ അത് ഈ ടൈം ലൈനോട് മാച്ച് ആവുന്നില്ല. ഈ ലെവൽ ഡീഗ്രഡേഷൻ 5-6 മണിക്കൂർ കൊണ്ട് വരില്ല. പിന്നെ ഇത് ബ്ലഡ് സ്റ്റെയിൻസ് ഇപ്പോഴും വിസിബിൾ ആണ്. ശരിക്കും ഫുള്ള് മുങ്ങിയിരുന്നെങ്കിൽ ഫോട്ടോ കണ്ടില്ലേ, ഇത്ര ക്ലിയർ ബ്ലഡ് പാറ്റേൺ റിമെയിൻ ചെയ്യാൻ ചാൻസ് കുറവാണ്. അതായത് അതെ, നോയൽ മാപ്പിൾമേറിൽ വെച്ചല്ല മരിച്ചത്. പിക്കിൽ വിസിബിൾ ആയ ഹെഡ് ഇഞ്ചുറി മേജർ ആണെന്ന് കൂടെ ആയപ്പോ ഐ എം ഷുവർ നോയലിന്റെ മരണം മുങ്ങി മരണമല്ല. ആരോ കൊന്നിട്ട് ബോഡിയിലേക്ക് ഡംപ് ചെയ്യാനാ ചാൻസ്.
പിന്നെ മറ്റൊരു കാര്യം, വൈകുന്നേരം നോയൽ അവസാനമായി ഗന്നത്തിന്റെ കൂടെ കണ്ടതായി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയിരിക്കെ സഡനായി 12-ന് ശേഷം ഡെത്ത് സംഭവിച്ചു എന്ന് പറയുന്നത് ഡസന്റ് മേക്ക് സെൻസ്. എടാ, അതിപ്പോ നോയലിന് ഓൾറെഡി ഗന്നത്തിനെ അറിയാമെന്നാണല്ലോ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ടൈം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും നോയൽ കൊല്ലപ്പെടാം. യെസ്, ടെക്നിക്കലി പോസിബിൾ. പക്ഷെ ഈ ഫയലിലുള്ള പല കാര്യങ്ങളും ടൈം ലൈനോട് മാച്ച് ആവുന്നില്ല. അപ്പോ ഈ കേസിൽ ഇനിയും സത്യങ്ങൾ അറിയാനുണ്ട്. ഐ തിങ്ക് ഇത് നിനക്ക് ദയവായിട്ട് തോന്നിപ്പിച്ചതാ. എന്തായാലും ഇറങ്ങി, ഇനി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മടങ്ങും. അതിന് എൽമ്രിഡ്ജിൽ നിന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല, നേരെ വെൽമോറയിലേക്ക് പോണം. യാ, അതിനു മുൻപ് ഡോക്ടറിനെ കാണണം. നമ്മുടെ സംശയങ്ങൾ സത്യമാണോ എന്ന് ഉറപ്പിക്കണം. ഇരിക്കൂ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടറിന് തിരക്കില്ലേ? ഞങ്ങൾക്കുള്ളൊരു സംശയം തീർക്കാനായിരുന്നു. യെസ്, ചോദിച്ചോളൂ. എനിക്ക് വല്ല തിരക്കൊന്നുമില്ല. ഞാനിപ്പോ റിട്ടയർഡ് ആയതുകൊണ്ട് ഫ്രീ ആണ്. അത് ഡോക്ടർ, ഇവനൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു കേസ് സ്റ്റഡി ചെയ്തായിരുന്നു. അതിന് ഞങ്ങൾക്ക് ഓട്ടോപ്സിയിൽ എന്തോ ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്തു. തിരക്കിയപ്പോ ഡോക്ടറാണ് ഈ കേസ് ഓട്ടോപ്സി ചെയ്തതെന്ന് അറിഞ്ഞു. ഏത് കേസ്? 2004 വെൽമോറ കേസ്. ഇതാണ്. യെസ്, 2004. എനിക്കന്ന് ഒരു 35 വയസ്സെങ്ങാനും കാണും. ഞാൻ വെൽമോറയിലായിരുന്നു ജോലി ചെയ്തത്. പക്ഷെ 22 വർഷം കഴിഞ്ഞില്ലേ? ഇത്ര വർഷത്തിനിടെ ഞാൻ ഒരുപാട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. എല്ലാം ഓർത്തു വെക്കാൻ പറ്റില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? വെയിറ്റ്, ആ പിക്ക് ഒന്ന് കാണിച്ച്. ഈ പയ്യൻ. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. ആക്ച്വലി ഇങ്ങനൊരു കേസ് ആ സമയത്ത് എനിക്ക് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. താങ്ക് ഗോഡ്. ആ മരണത്തിൽ എന്തോ ശരിയല്ലെന്നൊരു തോന്നൽ അന്ന് എനിക്ക് തോന്നിയിരുന്നു. ബോഡിയിൽ നല്ലപോലെ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എന്റെ സീനിയറിനോട് പറഞ്ഞപ്പോ എന്നെ കേസിൽ നിന്ന് മാറ്റി നിർത്തുക ഉണ്ടായിരുന്നെ. പിന്നീട് ഫൈനൽ റിപ്പോർട്ട് എഴുതിയത് എന്റെ സീനിയർ ഡോക്ടറാ. അത് മുങ്ങി മരണം എന്നായിരുന്നു. അതെന്നെ കൂടുതൽ സംശയം തോന്നിപ്പിച്ചു. പിന്നെ അന്ന് കേസ് വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമം നടന്നിരുന്നു. അതും ഞാൻ ഓർക്കുന്നു. പിന്നെ സീനിയറിനെ എതിർത്ത് അന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ കണ്ടെത്തൽ കൂടി ആയപ്പോ ഇറ്റ്സ് ഷുവർ തലക്കടിച്ച് ഗുരുതരമായ പരിക്ക് കാരണമാണ് മരണകാരണം. അല്ല, ഈ കേസിൽ ക്രിമിനലിനെ പിടിച്ചതല്ലേ? പിന്നെന്താ? അല്ല ഡോക്ടർ, ഞങ്ങൾക്ക് തോന്നിയൊരു സംശയം തീർക്കാം. അതേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് വന്നതാ. ഓ, ഓക്കെ. എന്നാ ഞങ്ങളങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ. പിന്നെ വിക്ടിമിന്റെ ശരീരത്തിൽ നിന്ന് കോളേജ് യൂണിഫോം, ID കൂടാതെ ഒരു ബ്രേസ്ലെറ്റ് കൂടി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളത് മെൻഷൻ ചെയ്തില്ല. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ഡോക്ടർ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും? അത് ചിലപ്പോ ഇത്ര വർഷം ആയതുകൊണ്ട് കളക്ട് ചെയ്ത് വെക്കാൻ ചാൻസ് കുറവാണ്. ഇത്ര വർഷം പഴക്കമുള്ള ഫയൽസില് പല ചെറിയ എവിഡൻസുകളും ഡിസപ്പിയർ ആവാം. പ്രത്യേകിച്ച് ആരും പ്രാധാന്യം കൊടുക്കാത്ത കാര്യങ്ങൾ. പിന്നെ എവിഡൻസ് ആയിട്ടില്ലാത്ത സാധനങ്ങൾ തിരിച്ച് ഗാർഡിയൻസിന്റെ കയ്യിൽ തിരിച്ചു ഏൽപ്പിക്കാം. അതായിരിക്കും ബ്രേസ്ലെറ്റ് നിങ്ങൾ കാണാതെ പോയത്. പിന്നെ പോലീസ് ഇത് ഇത്ര വാസ്റ്റ് ആയിട്ട് അന്വേഷിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത്രയും മൈനോട്ട് കാര്യം ഞാൻ ഓർത്തു വെക്കാൻ ഒരു കാരണമുണ്ട്. അതേ സെയിം ബ്രേസ്ലെറ്റ് ഞാൻ പിന്നീട് വീണ്ടും കണ്ടിരുന്നു. എവിടെ? ഗെന്നത്ത് ഇഗ്നേഷ്യസിന്റെ ബോഡിയിൽ. ജയിൽ മരണം ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അതും എക്സാമിൻ ചെയ്തത് ഞാൻ തന്നെയാ. രണ്ടുപേരുടെ കയ്യിലും ഒരേ ബ്രേസ്ലെറ്റ്. ഇത് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇറ്റ്സ് ലീസ്റ്റ് ബോതേഡ്. പക്ഷേ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. ബിക്കോസ് ഒരു മർഡർ സസ്പെക്ടിനും വിക്ടിമിനും ഒരേ ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് സാധാരണ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഒരേ ബ്രേസ്ലെറ്റ് ധരിക്കാനും മാത്രം ഫ്രണ്ടോ റിലേറ്റീവോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ടാ ഞാനിത് മറക്കാഞ്ഞ്. താങ്ക് യു ഡോക്ടർ. ഓ, നോ മെൻഷൻ. എന്നാ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എടാ ഇവാനെ, ഒരു ഡൗട്ട് ക്ലിയർ ആക്കാൻ പോയിട്ട് ഇതിപ്പോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ഇപ്പോൾ എനിക്ക് ഏകദേശം എന്റെ ഡൗട്ട് ക്ലിയർ ആയി. നോയലിന്റെ മരണം മുങ്ങി മരണമല്ല, ആരോ തലക്കടിച്ച് കൊന്നിട്ട് പിന്നീട് ബോഡി ലേക്കിൽ ഡംപ് ചെയ്തതാണ്. അതിപ്പോ ഓൾമോസ്റ്റ് ഉറപ്പാണ്. അപ്പോൾ ഗന്നത്ത്, അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഗന്നത്തിന് ഇതുമായി റിയൽ കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ തിരുമല നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഫോൾസ് റിപ്പോർട്ട്, മിസ്സിംഗ് പേജസ്, മാനിപ്പുലേറ്റഡ് ടൈം ലൈൻ, ഇതൊക്കെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതുപോലെയാണ് തോന്നുന്നത്. സോ ആരാണ് ആക്ച്വലി കൊന്നത്? മോട്ടീവ് എന്താണ്? എന്തിന് കവറപ്പ് നടത്തി എന്നതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഈ ബ്രേസ്ലെറ്റ്, ഇത് ചെറിയൊരു കാര്യമല്ല. ഗന്നത്തിന്റെയും നോയലിന്റെയും കയ്യിൽ ഒരേ ബ്രേസ്ലെറ്റ് വന്നത് കോയിൻസിഡൻസ് ആയി തോന്നുന്നില്ല. അതെ, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. ഗന്നത്തിന്റെ നോയലിന്റെ ജീവിതത്തിൽ ആക്ച്വലി എന്താണ് നടന്നിരുന്നത്, അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വി വാണ്ട് ടു ഫൈൻഡ് ബറീഡ് ട്രൂത്ത് ബിഹൈൻഡ് ദി ലൈസ്.
അല്ല, എവിടുന്ന് തുടങ്ങും? നീ നേരത്തെ ഇവിടെ ഗ്യാരേജിലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ? അതെ. ജാസൻ, അങ്ങനെയാണെങ്കിൽ ഗന്നത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് കണ്ടെത്താമോ? അവൻ ആരായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇത്ര വർഷമായതുകൊണ്ട് നടക്കുമോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വെൽമോറ സൈഡിൽ എനിക്ക് കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ട്. പഴയ ലോക്കൽ ടീംസ് ഗ്യാരേജ് സൈഡിലൊക്കെ ചോദിച്ചാൽ ഗന്നത്തിനെ അറിയാവുന്ന ആരെങ്കിലും കിട്ടും. നോക്കാം. പക്ഷെ ആദ്യം നമുക്ക് കോളേജിൽ പോയി അന്വേഷിക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും നോവലിനെ പറ്റി കിട്ടുമോ നോക്കാം. 22 വർഷം പഴക്കമുള്ള സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ കിട്ടുമോ? ഒരു വഴിയുണ്ട്. എന്റെ റിലേറ്റീവിന്റെ പയ്യൻ ഇവിടെ പഠിക്കണേ. അവൻ വഴി പഴയ അഡ്മിഷൻ റെക്കോർഡ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇന്നാ ചേട്ടാ, ഇത് ഒപ്പിക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. അച്ചടാ, നിനക്ക് ഞാൻ പബ്സും ലൈമും വാങ്ങി തരാം. ഇത്ര റിസ്ക് എടുത്തിട്ട് വെറും പബ്സും ലൈമുള്ളോ? പിന്നെ നിനക്ക് ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവും. അത് താൻ കൈ തന്നെ വെച്ചാൽ മതി. എന്നാ വേണ്ടടാ. ഹേയ്, നിനക്ക് എന്താ വേണ്ടേ? മുണുങ്ങ്. ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടന്മാരെ? ചോദിക്കും. അല്ല ചേട്ടന്മാരെ, നിങ്ങൾക്ക് നേരത്തെ കേസ് അന്വേഷിച്ചവരോട് ഇതിനെപ്പറ്റി ചോദിച്ചൂടെ? ഇങ്ങനെ ഒളിച്ചും മറച്ചും നടക്കേണ്ട കാര്യമുണ്ടോ? എടാ, ഞങ്ങൾ ഒഫീഷ്യലായിട്ട് കേസ് അന്വേഷിക്കുന്നില്ലല്ലോ. റീഓപ്പൺ ചെയ്ത കേസ് പോലും അല്ല ഇത്. റിസർച്ചിന്റെ പേര് ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ട് അന്വേഷിക്കുന്നതാണ്. പിന്നെ ഈ കേസിൽ ഓൾറെഡി ആരോ കവറപ്പ് ചെയ്തതുകൊണ്ട് ഡയറക്റ്റായി ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുമല്ല, ഇതിൽ ഇൻവോൾവ് ആയ എത്ര പേര് ജീവനോടുണ്ടെന്ന് പോലും നമുക്കറിയൂല. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടിട്ട് ഇതൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങിയത്? ഇത് തന്നെയാ ഞാനും ആദ്യം ഇവനോട് പറഞ്ഞത്. ഇതിൽ എത്ര പേര് മണ്ണിനടി പോയിട്ടുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. എന്നിട്ടാണ് ഇവൻ ഷെർലോക്ക് ഹോംസ് കളിക്കാൻ ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ടൊന്നുമല്ല, എന്റെ മനസ്സിൽ എന്തോ ഒരു ഫീൽ, ഈ കേസ് അന്വേഷിക്കണമെന്ന്. ചിലപ്പോ സത്യങ്ങൾ പുറത്തു വരാൻ ദൈവം തന്നെ തോന്നിപ്പിച്ചതാവാം. ഇനി ഇതും പുള്ളിയുടെ തലയിലിട്. ചേട്ടാ, ഒരു പക്ഷെ മരിച്ചുപോയ നോയലോ ഗന്നത്തോ തോന്നിപ്പിച്ചതാണെങ്കിലോ? ആത്മാക്കള് കേസ് അന്വേഷണത്തിൽ സഹായിച്ച് തെളിയിച്ച കേസൊക്കെ ഉണ്ടല്ലോ. മിണ്ടാതിരുന്നു വണ്ടി കയറ്റടാ. യൂട്യൂബ് ഹൊറർ ഷോർട്സും കണ്ടോണ്ട് വന്നേക്കുവാ അവന്റെ ഒരു കണ്ടുപിടുത്തം. ഞാൻ ഈ ഫയലൊന്ന് നോക്കട്ടെ. ജാസൻ ചേട്ടൻ എന്താ പണി? ഞാൻ ഗ്യാരേജ് മെക്കാനിക്കാണ്. അതാണ് മെയിൻ പണി. 2 വർഷം മുമ്പ് വരെ വെൽമോറയിലായിരുന്നു. ഇവിടെ ഒരു ഗ്യാരേജ് വർക്ക് ചെയ്ത് പിന്നെ എൽംബ്രിഡ്ജിലേക്ക് ഷിഫ്റ്റ് ആയി. പിന്നെ സൈഡ് ആക്ടിവിറ്റി ആയിട്ട് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. വെഡിങ് മുതൽ ക്രൈം സീൻ ഫോട്ടോ വരെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കും. അടിപൊളി. ചേട്ടാ, അന്ന് എന്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? എടുത്തു തരാം. ആദ്യം നീ ഇത് ഫിനിഷ് ആക്കാൻ നോക്കും. നോയൽ ഐസക്, മാൽഗ ഓർഫനേജ്. മാൽഗ ഓർഫനേജ്? എന്താടാ? നോയലിന്റെ അഡ്രസ് മാൽഗ ഓർഫനേജ് ആണ്. അതായത് നോയൽ മാൽഗ ഓർഫനേജിലെ കുട്ടിയാണ്. അതിനിപ്പോ എന്താ? എടാ, ഞാനും മാൽഗയിൽ നിന്നല്ലേ? ഈ കേസ് നടക്കുമ്പോ എനിക്കപ്പോ ഒരു 6 വയസ്സ് കാണും. 2 വർഷം കഴിഞ്ഞ് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അപ്പൻ എന്നെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്ക് ഈ പേരൊക്കെ ഫെമിലിയർ ആയി തോന്നിയത്. അതേടാ, ഒരുപക്ഷെ ഇതെല്ലാം ഒരു നിമിത്തമായിരിക്കും. ഞാൻ ഈ കേസ് ഫയൽ ആക്സിഡന്റലി കാണാനും ഇത് സ്റ്റഡി ചെയ്യാനും എനിക്ക് ക്യൂരിയോസിറ്റി തോന്നാനും എല്ലാത്തിനും ഒരു റീസൺ കാണും. ഇനിയെങ്കിലും സത്യങ്ങൾ അറിയണമെന്ന് വിധി തന്നെ നിശ്ചയിച്ചതാവാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചിലപ്പോ നോയലിന്റെ ആത്മാവായിരിക്കും. ഇനി നീ ഒരക്ഷരം കൂടി മിണ്ടിയ ഈ മന്തിയുടെ പ്ലേറ്റ് എടുത്ത് ഞാൻ തലക്കടിക്കും. ശരി, ഇനി നീ പറ, എന്താ ചെയ്യേണ്ടത്? നമുക്കുടനെ മാൽഗ ഓർഫനേജിലേക്ക് പോണം. എടാ, അത് വേണോ? എല്ലാ കാര്യങ്ങളും നടന്നത് വെൽമോറയിൽ വെച്ചിട്ടല്ലേ? അവിടെ പോയി അന്വേഷിച്ചിട്ട് എന്തറിയാനാ? നോയലിനെ പറ്റി അറിയണമെങ്കിൽ അവൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കണം. അവൻ എങ്ങനെയുള്ള ആളായിരുന്നു, ഏതു തരത്തിലുള്ള പയ്യനായിരുന്നു, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതറിഞ്ഞാൽ ഈ ഫയലിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് നമുക്ക് ക്ലിയർ ആവും. അന്ന് അവിടെ മദർ സുപ്പീരിയർ മദർ മാർത്തയായിരുന്നു. നമ്മൾ കാണേണ്ടതും അവരെയാണ്. നോയലിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അത് അവർക്കറിയായിരിക്കും. എടാ, അവർ ജീവനോടെ ഇല്ലെങ്കിലും കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ ജാസ. ഞാനൊരു സാധ്യത പറഞ്ഞതാ. മനുഷ്യന്മാരുടെ കാര്യല്ലേ? അന്ന് അവർക്ക് ഏകദേശം ഒരു 45-50 വയസ്സുണ്ട്. ഇപ്പൊ അവർക്ക് ഏകദേശം ഒരു 67-72 വയസ്സുണ്ടാകും. പിന്നെ വല്ല അസുഖം ഉണ്ടെങ്കിൽ, അതായത് ഷുഗറോ പ്രഷറോ ഒന്ന് നിർത്തിക്കേ. ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ പോസിറ്റീവായി തിങ്ക്. പിന്നെ ഇപ്പൊ ഞാൻ പോസിറ്റീവായി ചിന്തിച്ചാൽ മരിച്ചവരൊക്കെ എഴുന്നേറ്റ് വരുമോ? ഞാനൊന്നും പറയുന്നില്ല.
സിസ്റ്റർ, എന്താണ്? ഞങ്ങൾക്ക് മദർ സുപ്പീരിയർ മാർത്തയെ ഒന്ന് കാണണം. ഞാൻ ആലീസ്. ഞാനാണ് ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവര് ഡെഡ് ആയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ മദർ ഇപ്പൊ ഇല്ലേ? അയ്യോ, മദർ മാർത്തയുണ്ട്, പക്ഷെ ഒട്ടും വയ്യ. ഈ സമയത്ത് അങ്ങനെ ആരെയും കാണാൻ കൂട്ടാക്കാറില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മേലത്തെ റൂമിലാണ്, വരൂ കാണിച്ചു തരാം. ഭാഗ്യം, നീ പോസിറ്റീവ് തിങ്ക് ചെയ്തതുകൊണ്ട് ലൈവായി കിട്ടി. മദർ, ഇവർക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. നീ പൊക്കോ. എന്താ? ആരാ നിങ്ങള്? മദർ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. ഇത്ര വർഷത്തിനിടെ ഈ മാർത്തയെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഞങ്ങൾക്ക് നോയലിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. മര്യാദയ്ക്ക് പുറത്തു പോ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മറ്റുള്ളവർ പറയുന്നത് നോയൽ വഴിതെറ്റി നടക്കുന്ന, ക്രിമിനൽസുമായി ബന്ധം പുലർത്തിരുന്ന, റെബല്യസ് ആയിട്ടുള്ളൊരു മോശം സ്വഭാവമുള്ള ഒരു പയ്യനാണെന്ന്. അങ്ങനെ പറയുന്നവരെ നവ പുഴുത്തു പോവും. എന്റെ നോയൽ അങ്ങനൊന്നും ആയിരുന്നില്ല. ഞാൻ വളർത്തിയ പയ്യനാണ് അവൻ. അവൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഞാൻ ഇത് പറഞ്ഞതാ. ആരും എന്നെ വിശ്വസിച്ചില്ല. അഗതി മന്ദിരത്തിൽ വളർന്നൊരു പയ്യനോട് തോന്നിയ സിമ്പതി, അതിന്റെ പുറത്ത് ഒരു കിഴവി പറഞ്ഞ വാക്കായിട്ട് അവരെന്നെ തള്ളിക്കളഞ്ഞു. മദർ, കേസ് ഫയലിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് എനിക്കും അറിയാം. അതുതന്നെയാണ് ഞങ്ങൾക്കും തെളിയിക്കേണ്ടത്. സിസ്റ്റർമ്മയുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. 22 വർഷം കഴിഞ്ഞാലും ഇനി എത്ര വർഷം കഴിഞ്ഞാലും ചില മുറിവുകൾ മനസ്സിൽ നിന്ന് പോകില്ല. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വന്നവരല്ല, സഹായിക്കാൻ വന്നതാ. ആ സത്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും അറിയണം. അതിന് സിസ്റ്റർമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയണം. 6 മാസം പ്രായമുള്ളപ്പോഴാ എന്റെ കയ്യിൽ അവനെ കെട്ടുന്നത്. പള്ളിമുറ്റത്ത് നിന്ന് ആരും ഉപേക്ഷിച്ചിട്ട് പോയതാ. അവന് പേരിട്ടത് ഞാനാണ്, നോയൽ ഐസക്. അവനോട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. അവൻ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. 12ാം ക്ലാസ് വരെ ഇവിടുത്തെ സ്കൂളിൽ അവൻ പഠിച്ചത്. നന്നായി പഠിക്കും, നന്നായി പടം വരയ്ക്കും, പാട്ട് പാടും. ഒരുപാട് കഴിവുള്ള പയ്യനായിരുന്നു. പിന്നീട് ഉപരിപഠനത്തിനായി ബൽമോറ കോളേജിൽ ജോയിൻ ചെയ്തു. ആദ്യമായിട്ടാണ് ഞങ്ങളെ അവൻ വിട്ടു നിൽക്കുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായിരുന്നു എനിക്കുണ്ടായിരുന്ന ആശ്വാസം. അവധി കിട്ടുമ്പോഴൊക്കെ അവനിവിടെ വരും. അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് ഒരു തവണ പോലും തോന്നിയിട്ടില്ല. എന്നോട് അവൻ എല്ലാ കാര്യവും പറയുമായിരുന്നു. അവൻ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് എലീന ബെന്നറ്റ് എന്നോ മറ്റാണ് കുട്ടിയുടെ പേര്. എലീന ബെന്നറ്റ്, ഈ പേരെവിടെയോ? അവളെ 2-3 വട്ടം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ പറ്റി നോയൽ എപ്പോഴും പറയും. നല്ല കുട്ടിയാണ്. അവസാനം ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിരുന്നു. അവൻ പിന്നീട് തിരിച്ചുപോയി. 2-3 ദിവസത്തിന് ശേഷം ഞങ്ങൾ കേൾക്കുന്നത് അവന്റെ മരണവാർത്തയാണ്. അന്ന് വീണതാ ഞാൻ. പിന്നെ ഈ വീൽചെയർ കൂട്ടായി. മരിക്കാൻ പോലും ദൈവം അനുവദിച്ചില്ല. നോയലിനെ പോലെ ഇനിയും ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിയായിരിക്കും ദൈവം എന്നെ ജീവനോടെ വെച്ചത്. വേറെന്തെങ്കിലും നോയൽ സിസ്റ്റർമ്മയോട് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? അത് അവസാനമായി അവൻ വന്നപ്പോ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അടുത്ത വരവിൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ കൂടെ കൊണ്ടുവരുമെന്നും സിസ്റ്റർമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്. സിസ്റ്റർമ്മ, അവന്റെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു മെറ്റലിന്റെ ലവ് ഇൻഫിനിറ്റി ലോക്കറ്റ് ഉള്ള സിൽവർ ബ്രേസ്ലെറ്റ്. കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഉണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അവനോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നതാണെന്നാ അവൻ മറുപടി പറഞ്ഞത്. പിന്നെ ഞാൻ അധികം ചോദിക്കാൻ നിന്നില്ല. സമയമാവുമ്പോ അവൻ തന്നെ എന്നോടെല്ലാം പറയുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ എല്ലാം പറയുന്നതിന് മുമ്പ് ഈ ലോകം അവനെ എന്നിൽ നിന്നെടുത്തു. അപ്പോ പോലീസുകാർ ബ്രേസ്ലെറ്റ് തിരിച്ചു തന്നിരുന്നോ? അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത തുണിയും മറ്റു ചിലതുമാണ്. മറ്റെല്ലാ സാധനങ്ങളും തിരിച്ചു തന്നിരുന്നു. ഞങ്ങൾക്ക് നോയലിന്റെ സാധനങ്ങളൊന്ന് കാണാൻ പറ്റുമോ? അവന്റെ മരണത്തിന് ശേഷം അവന്റെ സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി വെച്ചിരുന്നു. പക്ഷെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന് കൊണ്ടുപോയി. ആരാ അത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവന്റെ കൂട്ടുകാരി എലീന ബെന്നറ്റ്. ആ കുട്ടിയാ
അവന്റെ അടക്കത്തിന് ശേഷം നോയലിന്റെ സാധനങ്ങൾ കൊണ്ടുപോയത്. കാര്യം ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. പിന്നെ എനിക്കും തോന്നി അതിവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഈ എലീന ബെനറ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ടോ? അതൊന്നും എന്റെ കയ്യിലില്ല. പിന്നെ വർഷം ഇത്രയും കഴിഞ്ഞില്ലേ. ആ പക്ഷെ ഒരു കാര്യം ഓർമ്മയുണ്ട്. നോയലും അവളും ഇവിടെ വന്നപ്പോ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു. അതിൽ അവളെ കാണാൻ പറ്റും. ആ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ? ആലീസിനോട് പറയാം, അവളത് തപ്പി എടുത്തു തരും. ഓ താങ്ക് യു സിസ്റ്റർമ്മ. നിന്നെ എവിടെയോ കണ്ടതുപോലുണ്ട് കുഞ്ഞെ. നല്ല പരിചയമുള്ള മുഖം. ഒരു ബന്ധം കൂടെ പുതുക്കാനുണ്ട്. ഞാൻ ഈ ഓർഫനേജിൽ തന്നെ ആയിരുന്നു. പേര് ഇവാൻ. 2006 എനിക്ക് 8 വയസ്സുള്ളപ്പോഴാ ഏലിയാസ് ആർഡൻ എന്ന ആള് എന്നെ അഡോപ്റ്റ് ചെയ്തത്. ആ ഇപ്പഴാ ഓർമ്മ വന്നേ. നീ വളർന്ന് സുന്ദരനായി. ഏലിയാസിന് സുഖല്ലേ? അതെ സിസ്റ്റർമ്മ, സുഖമായിരിക്കുന്നു. ഇന്നിവിടെ നിൽക്കുന്നോ? ഓ ഇല്ല, പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ഏതായാലും കഴിച്ചിട്ടേ പോകാവൂ. അതത്രേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾക്ക് നോയിന്റെ കളർ ഒന്ന് കാണാൻ പറ്റുമോ? ചർച്ച സെമിത്തേരിയിലാണ്. വരും, ഞാൻ കാണിച്ചു തരാം. കഷ്ടമല്ലേടാ, ഈ പാവം ഇങ്ങനൊരു മരണം ഡിസേർവ് ചെയ്യുന്നില്ല. വിധിയെ പഴിച്ചാ മതി. സിസ്റ്റർമ്മയുടെ സംസാരത്തിൽ നിന്ന് നിനക്കെന്താ മനസ്സിലായത്? നോയലിന് ആരോടോ പ്രണയം ഉണ്ടായിരുന്നു. അത് ശരിയാ. ആ ബ്രേസ്ലെറ്റ് സമ്മാനിച്ചതും ആ വ്യക്തിയായിരിക്കാം. പക്ഷേ അത് ഗന്നത്താവാൻ ചാൻസ് ഇല്ലേ? പോസിബിലിറ്റി അതാണ് കൂടുതൽ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, നോയലിനെ പോലെ ഇന്നസെന്റും പൊളൈറ്റുമായ ഒരു പയ്യൻ ഗന്നത്തിനെ പോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുമായി, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നൊരു കാര്യം, നമ്മൾ ഗന്നത്തിനെ പറ്റി അറിഞ്ഞത് അവൻ വയലന്റ് ആണ്, ക്രിമിനൽ ആണ്, മെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്നതൊക്കെ കേട്ടറിവല്ലേ ഉള്ളൂ. അതും ഈ കേസ് ഫയലിൽ നിന്ന്. ഈ കേസ് ഫയല് എത്രത്തോളം സത്യമാണെന്ന് നമ്മളിപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഗന്നത്ത് ആരായിരുന്നു എന്ന് നമുക്കും അറിയില്ല. യെസ്, യു ആർ റൈറ്റ്. ഒരു മനുഷ്യനെ മറ്റുള്ളവരുടെ വാക്ക് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി. പിള്ളാരെ, ഇതാ നിങ്ങൾ ചോദിച്ച ഫോട്ടോ. നല്ല പൊടിയുണ്ട് കേട്ടോ. ഓ താങ്ക് യു. ദേ, ഈ മദറിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് എലീന ബെനറ്റ്. ഇതോ? എടാ, ഇതെന്റെ അമ്മയാണ്. ശരിയാ, എന്റെ അമ്മയുടെ പേര് എലീന ബെന്നറ്റ് എന്നായിരുന്നു. അച്ഛനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എലീന ജോർജ് ആയത്. ഡാ, ഞാൻ എന്താണ് ഇത് വിട്ടുപോയത്? ശരി വിടടാ, നമ്മൾ നിന്റെ അമ്മയാണ് മനസ്സിൽ പോലും കരുതുന്നില്ലല്ലോ. എന്തായാലും കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി. ഇത്ര ദിവസം നാട് മുഴുവൻ കറങ്ങി അന്വേഷിച്ചത് മൂക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നല്ലോ. ശരി വിട്, നമുക്ക് ഇറങ്ങാം, വാ. നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നടാ? ഫോൺ വിളിച്ച എടുത്തൂടെ? അതിനല്ല ആ കുന്ത്രാണ്ണം വാങ്ങിച്ചു വെച്ചേക്കുന്നേ. റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കുക. അമ്മ, ഞങ്ങൾക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താടാ ഇത്ര സീരിയസ്? അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പഴയ കേസ് അന്വേഷിക്കുകയാണെന്ന്. ആ, നീ പറഞ്ഞിരുന്നു. എന്താ എന്നിട്ട്? അന്വേഷണത്തിന്റെ അവസാനം വന്നു നിൽക്കുന്നത് അമ്മയിലാ. എന്നിലോ? 2004 വെൽമോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു നോയൽ ഐസക്കിനെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു രീതിയിൽ ചോദിക്കാം. എലീന ബെന്നറ്റ്, അത് അമ്മ തന്നെയല്ലേ? ഇതൊരു ക്ലോസ്ഡ് കേസ് അല്ലേ? അതെ, ക്ലോസ്ഡ് കേസ് തന്നെയാ. ജസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് പഴയ കേസ് ഫയലുകൾ നോക്കിയപ്പോഴാണ് ആക്സിഡന്റലി ഇതെന്റെ കണ്ണിപ്പെട്ടത്. അന്വേഷിച്ചപ്പോ തന്നെ എന്തൊക്കെയോ അപാകതകൾ തോന്നി. ഞങ്ങൾ അതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. അങ്ങനെ അന്വേഷണത്തിൽ ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരുന്നത് മാർഗ ഓർഫനേജിൽ നിന്നാണ്. അമ്മ, എന്തെങ്കിലും അറിയാവുന്നത് പറഞ്ഞാൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ആന്റിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയണം. ഇതിന്റെ സത്യാവസ്ഥ ഇനിയെങ്കിലും പുറത്തു വരണം. കാരണം യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആർക്കും അറിയില്ല. കുറ്റം ചെയ്ത ആള് ഇന്നും സ്വതന്ത്രമായി പുറത്തു നടക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് എലീന ബെന്നറ്റ്. കോളേജിൽ എനിക്ക് ഏറ്റവും കൂട്ടുണ്ടായിരുന്നത് നോയലിനോടാണ്. നോയൽ എന്നോടും. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവൻ എന്നെ ഒരു പെങ്ങളെ പോലെയാ കണ്ടിരുന്നത്. നോയലിനെ പറ്റി പറയാനാണെങ്കിൽ അവനെ പെട്ടെന്ന് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. അത്രയ്ക്ക് പാവമായിരുന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നം കണ്ടാ അവൻ പ്രതികരിക്കും. അതവന്റെ ഒരു സ്വഭാവം. നോയലിന് കോളേജിലോ പുറത്തോ ശത്രുക്കളുണ്ടായിരുന്നു? അത് അങ്ങനെ പറയാനാണെങ്കിൽ കോളേജിൽ അവനൊരു ശത്രു ഉണ്ടായിരുന്നു. ആരാ അത്? സെഡ്രിക് സെബാസ്റ്റ്യൻ. അവർ തമ്മിൽ ശത്രുത ആവാനും കാരണം ഞാൻ തന്നെയാണ്.
എങ്ങോട്ടാ എലീന മോളെ ഇത്ര ധൃതിയിൽ? വഴി മാറി സെഡ്രിക്. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതിനൊരു ഉത്തരം എനിക്ക് വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ സെഡ്രിക്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എലീന? എന്നെ പോലെ റിച്ച് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പയ്യൻ നിന്നെ പോലൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് തന്നെ നിന്റെ ഭാഗ്യാണ്. എനിക്ക് ആ ഭാഗ്യം വേണ്ടെങ്കിലോ? എടി മോളെ, മര്യാദക്ക് അവളെ കയ്യിനോടടാ. ഇവളെ ശല്യപ്പെടുത്തുന്നത് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും സെഡ്രിക്. ഇവൾക്ക് വേണ്ടി വക്കാലത്ത് വരെ ആള് വന്നല്ലോ. നിങ്ങൾ തമ്മിൽ എന്താടാ, ലവ് ആണോ? ഹേയ് വെയിറ്റ്, അതാരാ? അത് സെഡ്രിക്കിന്റെ ഫ്രണ്ടാണ്, ജോണി സേവിയർ. ഓക്കെ, കണ്ടിന്യൂ. എന്താടാ, നിങ്ങൾ തമ്മിൽ ലവ് ആണോ? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. വാ എലീന, പോകാം. അങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നെ അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കും. സെഡ്രിക്കാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ്. സെഡ്രിക്ക് കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം നോയൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ നോയൽ ഇതൊന്നും പേഴ്സണലി എടുക്കാറില്ല. അടിയുണ്ടാക്കി കഴിഞ്ഞാൽ അതവനവിടെ വിടും. അതാണ് അവന്റെ സ്വഭാവം. ആന്റിക്ക് തോന്നുന്നുണ്ടോ സെഡ്രിക്കാണ് നോയലിനെ കൊന്നതെന്ന്? അതെനിക്കറിയില്ല. നോയലിനെ കൊല്ലാനും മാത്രം ശത്രുത സെഡ്രിക്കിനുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അമ്മ എന്നാണ് നോയലിനെ അവസാനമായി കണ്ടത്? ജൂലൈ 13-ാം തീയതി കോളേജ് വിട്ട് കഴിഞ്ഞ് എന്നോട് ബായ് പറഞ്ഞതിന് ശേഷമാണ് നോയൽ പോയത്. പിറ്റേന്ന് ഞാൻ അറിയുന്നത് അവന്റെ മരണ വാർത്തയാണ്. ആന്റിക്ക് ശരിക്കും വിശ്വാസമുണ്ടോ ഗന്നത്താണ് നോയലിനെ കൊന്നതെന്ന്? അല്ലെങ്കിൽ ഗന്നത്തും നോയലും തമ്മിൽ എന്തായിരുന്നു റിലേഷൻ എന്ന് ആന്റിക്ക് അറിയാമോ? അതെ അമ്മ, നോയൽ എപ്പോഴെങ്കിലും ഗന്നത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ക്ലിയറായ ഒരു ഉത്തരമില്ല പിള്ളാരെ. നോയലും ഗന്നത്തും തമ്മിലുള്ള യഥാർത്ഥ റിലേഷൻ എന്തായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും അവരൊരുമിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ നോയലിനോടും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ എപ്പോഴും പിന്നെ പറയാം, സമയാവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഗന്നത്തിന് നോയലിനോടുണ്ടായിരുന്നത് ഒരു ബാഡ് ഇന്റൻഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഗന്നത്തിനെ പറ്റി ചോദിക്കുമ്പോഴോ അവന്റെ പേര് പറയുമ്പോഴൊക്കെ നോയലിന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ റിലേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിലും ഗന്നത്ത് അവനെ വെറുത്തിരുന്നു എന്ന് അന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആദ്യം ആന്റി വിശ്വസിച്ചിരുന്നില്ല ഗന്നത്താണ് നോയലിനെ കൊന്നതെന്ന്? ഇല്ല, ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ തെളിവുകളൊക്കെ ഗന്നത്തിനെതിരായി വന്നപ്പോ എല്ലാവരെ പോലെ ഞാനും അത് വിശ്വസിച്ചു. പിന്നെ ആ സമയത്ത് പോലീസ് പുറത്തുവിട്ട നോയലിനെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ടപ്പോ സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നൊക്കെ എനിക്കും തോന്നിയതാ. പക്ഷെ നീ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, മനസ്സിലായോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ആ ചെറുക്കനെ പറ്റി നിനക്കൊന്നും അറിയില്ല അങ്ങനെ പറയാമോ? അമ്മ, ഞാൻ കൂടപ്പിറപ്പിനെ പോലെ കണ്ടവൻ. അവനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അതവന് നീതി ലഭിക്കും കാരണമാകും. അതുകൊണ്ട് നിനക്കൊന്നും അറിയില്ല എലീന. ഞാൻ പറയുന്നത് കേട്ടാ മാത്രം മതി. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. വെറുതെ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ നീ എൽമറിജിലേക്കുള്ള നമ്മുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോക്കോ. ബാക്കി പഠിത്തമൊക്കെ അവിടെ നിന്ന് മതി. അമ്മ ആരൊക്കെയോ എന്തൊക്കെയോ പേടിച്ച പോലായിരുന്നു പെരുമാറിയത്. ഒരുപക്ഷെ പോലീസുകാരെങ്കിലും ആയിരിക്കും. അന്ന് ഈ കേസ് അന്വേഷിച്ചത് ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് ആയിരുന്നു. ഹീസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് പോലീസ് ഓഫീസർ. അതാകുമെന്ന് ഞാൻ ഊഹിച്ചു. പിന്നീട് ഞാൻ ഇവിടേക്ക് വന്നു. തുടർ പഠനം എല്ലാം ഇവിടെയായിരുന്നു. അങ്ങനെ നിന്റെ അച്ഛനെ കാണുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ നീ ഉണ്ടാകുകയും ചെയ്തു. വർഷങ്ങൾ കഴിയും തോറും ഞാനും ഇതൊക്കെ പതിയെ മറക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആന്റി എന്തിനാ നോയലിന്റെ സാധനങ്ങള് ഓർഫണേജിൽ നിന്ന് എടുത്തത്? അത് എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടിട്ടാണ്. ആര്? എനിക്കറിയില്ല. ഞാൻ എൽമറിജിൽ, അതായത് ഇങ്ങോട്ട് പോകുന്നതിന് തൊട്ടു മുമ്പായി ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. ആരാണെന്ന് ഞാൻ ചോദിച്ചു, പക്ഷെ അയാളൊന്നും പറഞ്ഞില്ല. അയാൾ എന്നോട് ആവശ്യപ്പെട്ടത് നോയലിന്റെ സാധനങ്ങള് മാൽഗ ഓർഫണേജിൽ നിന്ന് എടുത്തു കൊടുക്കണമെന്നായിരുന്നു. എന്തിനാണ് നമ്മൾ ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അർഹതപ്പെട്ട കയ്യിൽ ഏൽപ്പിക്കാനാണെന്നാ പറഞ്ഞത്. അയാളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുമോ? എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മയുണ്ട്, അയാളെ ഞാൻ പലപ്പോഴും ഗന്നത്തിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഗന്നത്തിന്റെ കൂട്ടുകാരനായിരിക്കാം. ഉറപ്പൊന്നുമില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫും സെഡ്രിക് സെബാസ്റ്റ്യനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബന്ധം?
ഐ മീൻ അവർ തമ്മിൽ ബന്ധുക്കളാണെന്ന്. നിങ്ങൾ അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ സെഡ്രിക് ആണ് നോയലിനെ കൊന്നതെന്ന് ചിന്തിച്ച വിൻസെന്റിന് കേസ് കവറപ്പ് ചെയ്യാൻ ഒരു കാരണം കിട്ടും. കാരണം അവർ തമ്മിൽ ബന്ധുക്കളാണെന്നുള്ള ക്ലൂ ഉള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കേസിനെ പറ്റി നമുക്ക് ഏതാണ്ട് വ്യക്തമായി. ശരിയാണ്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതിനു മുന്നേ ഗന്നത്തും നോയലും തമ്മിലുള്ള യഥാർത്ഥ റിലേഷൻ എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം ഗന്നത്തിനെ പറ്റി കൂടുതൽ അറിയണം. അമ്മ പറഞ്ഞതുപോലെ ഗന്നത്തിന്റെ കൂട്ടുകാരനാണ് ആ സാധനങ്ങൾ വാങ്ങിയതെങ്കിൽ ആ ആളെ കണ്ടെത്തിയ ഒരുപക്ഷെ സത്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വെൽമോറയിൽ എനിക്ക് കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ട്. ഗന്നത്തിനെ പറ്റിയോ അവന്റെ കൂട്ടുകാരനെ പറ്റിയോ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം. താഴെ എന്തോ ഒരു ബഹളം. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. ബാ, താഴേക്ക് പോയി നോക്കാം. എന്താ പറ്റിയ അച്ഛാ? എന്തിനിങ്ങനെ വെള്ളം വെക്കുന്നേ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട, എന്റെ ജോലി പോയി. അതെങ്ങനെ? എന്ത് ചെയ്യാനാ, ആ പരട്ട സിഇഒ ഞങ്ങളെ കുറച്ചു പേരെ ഒരു കാരണമില്ലാണ്ട് പറഞ്ഞു വിട്ടു. ഒരു കാരണമില്ലാതെ പിരിച്ചുവിടാൻ പറ്റുമോ? അവനൊക്കെ കാരണം വേണോ? കൊമ്പത്തല്ലേ ഇരിക്കണേ. അവൻ വിചാരിച്ചാ മതി ആരെയും ഇറക്കി വിടാൻ. അങ്ങനെ പേരെന്താ? വിക്ടർ അലക്സാണ്ടർ. മാറി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഏലിയാസിനും പണി കിട്ടി. വിഷമിച്ചുകൊണ്ടാ വീട്ടിലോട്ട് പോയത്. അയ്യോ, ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിലും മെസ്സേജ് ഇട്, ഞാൻ നാളെ വരാം. ശരിടാ. എന്റെ തമ്പുരാനെ, ആ നായിന്റെ മോനൊരു നല്ല പണി കിട്ടണേ. എന്റെ പൊന്നു മനുഷ്യ, ആ ചീത്തവിളി ഒന്നും നിർത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വാ. അയാൾക്കുള്ളത് ദൈവം കൊടുത്തോളൂ. കേട്ടിട്ടില്ലേ? അവനവും ചെയ്യുന്നതിന്റെ ഫലം അവനവും തന്നെ അനുഭവിക്കും. പക്ഷെ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോകും. ഇതാണ് നിന്റെ അമ്മയുടെ കുഴപ്പം. ഉത്തരം മുട്ടുമ്പോ അവൾ ഉത്തരത്തിൽ കയറി വിളിക്കും. എടാ, 2004 ആ ടൈം ലൈനിൽ ഞാൻ അന്വേഷിച്ചപ്പോ അന്ന് വെൽമോറ ടൗണില് ലോക്കൽ ലെവൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് റാഫേൽ മോറിസ്. അയാൾ ഒരു ലോക്കൽ കിങ് പിങ് ആയിരുന്നു. അയാൾ ലെവൽ ബോയ്സിനെ യൂസ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തായ കുട്ടികള്, അനാഥരായ പിള്ളേര്, ഇവരെയൊക്കെ ഉപയോഗിച്ച് ഹവാല, ഡ്രഗ് സപ്ലൈ, കൊട്ടേഷൻ ഇതൊക്കെ നടത്തിയിരുന്നു. അല്ല, ഇതും ഗന്നത്തുമായി എന്താ കണക്ഷൻ? അന്നത്തെ സമയത്ത് ഗന്നത്ത് റാഫേലിന്റെ കീഴിലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഗന്നത്തിന്റെ പേര് ഡ്രഗ് കേസും മറ്റ് ക്രിമിനൽ കേസും ഒക്കെ വന്നത്. എനിക്ക് അയാളെ അഡ്രസ് കിട്ടി. നമുക്ക് പോയി നോക്കാം. ഗന്നത്തിനെ പറ്റി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാലോ? താങ്കളല്ലേ റാഫേൽ മോറിസ്? അതെ, ഞാൻ തന്നെയാണ്. എന്താ കാര്യം? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ. താങ്കൾ വെൽമോറ ടൗണിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്ന ആളല്ലേ? ആയിരുന്നു. ഇപ്പൊ പഴയതുപോലൊന്നുമില്ല. ചെറുകിട ബിസിനസ് ഒക്കെ ചെയ്തു പോണു. എന്തേ? ഞങ്ങൾ ഗന്നത്തിനെ പറ്റി അറിയാൻ വന്നതാണ്. ഗന്നത്ത്? അതെ, 2004 വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗന്നത്ത് ഇഗ്നേഷ്യസ്. നിങ്ങള് പോലീസുകാരാണോ? അല്ല. അപ്പോ പിന്നെ ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യം എന്താ? ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. സത്യാവസ്ഥ അറിയാൻ ഞങ്ങൾക്ക് ഗന്നത്തിനെ പറ്റി അറിയണം. അപ്പൊ നിങ്ങള് ഡിറ്റക്റ്റീവ്സ് ആണോ? എന്റെ പൊന്നേട്ടാ, ഞങ്ങൾ ആരാന്ന് അറിഞ്ഞിട്ട് ചേട്ടനൊന്നും കിട്ടാൻ പോണില്ല. അറിയാവുന്ന എന്താന്ന് വെച്ചാ പറയാൻ നോക്ക്. എടാ, ഒന്ന് അടങ്ങ്. അല്ല, പിന്നെ കൊറേ നേരെ അശ്വമേധം കളിക്കണം. പറഞ്ഞത് വെച്ച് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഞാൻ പറയാം. എനിക്ക് അധികമൊന്നും അറിയില്ല. ഗന്നത്തിന് 17-18 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവനെ ആദ്യമായി കാണുന്നത്. അതിനു മുൻപ് 15-ാം വയസ്സിൽ അവനൊരു കൊലക്കുറ്റത്തിന് ജുവനൈൽ ഹോമിലായിരുന്നു. 2 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് അവൻ കറങ്ങിത്തിരിഞ്ഞ് എന്റെ അടുത്താ വന്നത്. പല ക്രിമിനൽ കേസുകളും അവന്റെ പേര് വന്നിട്ടുണ്ട്. അത് ഞാൻ നടത്തിയിരുന്ന ബിസിനസ് നെറ്റ്വർക്ക് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പിന്നെ അതിനെനിക്ക് കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല. എന്റെ മക്കളൊന്നും അല്ലല്ലോ. കാശുണ്ടാക്കാൻ വേണ്ടി പല കളിയും ഞാൻ കളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാ കേസും ബഹളവും, അതായത് ആ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് കുറച്ചു നാള് മുൻപ് പെട്ടെന്നൊരു ദിവസം എന്റെ അടുത്ത് വന്നവൻ പറഞ്ഞു, ഇതിൽ നിന്നെല്ലാം ഞാൻ വിട്ടു നിൽക്കുവാണ്, എന്നെ എല്ലാത്തിനും ഒഴിവാക്കണം എന്നൊക്കെ. അത് കേട്ടപ്പോ ആദ്യം എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഞാൻ കരുതി എവിടെയെങ്കിലും പോയി തൊലയട്ടെന്ന്. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാലോ. പിന്നെ അവനോട് എനിക്ക് ദേഷ്യം തോന്നിയിരുന്നെങ്കിലും അങ്ങനെ ഒരു അവസാനം അവന് കിട്ടണമെന്ന് ഞാനും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഗന്നത്താണ് പയ്യനെ കൊന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ
ഒരു കൊലപാതകം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത് പോസിബിൾ ആണെന്ന്. പക്ഷെ ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പണം. എന്റെ അറിവിൽ അവനും അത് തന്നെയാണ് ആവശ്യമുള്ളത്. ഒരാളെ കൊല്ലണമെങ്കിൽ അതിനെന്തെങ്കിലും വ്യക്തമായ കാരണം കാണും. പണമായിരുന്നുവെങ്കിൽ അവൻ ആ പാവം ചെക്കനെ കൊല്ലേണ്ട കാര്യമുണ്ട്. അവനെ കൊന്നിട്ട് അവനെന്ത് കിട്ടാനാ? ഗന്നത്തിന് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ട് അവനൊരു കുരുവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി പോലീസ് പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടോന്നും എനിക്കറിയില്ല. ഗന്നത്തിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും അറിയാമോ? അങ്ങനെ ചോദിച്ചാ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചെറുക്കനുണ്ട്. അവനും എന്റെ കീഴിലായിരുന്നു. സാൽവിയോ എന്നോ മറ്റോ ആണ് പേര്. ഇപ്പൊ എവിടാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വേണമെങ്കിൽ ഞാൻ അഡ്രസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓ താങ്ക് യു. ഇതാ നമ്പർ, കിട്ടിയ ഇതില് വിളിച്ചാ മതി. ആയിക്കോട്ടെ. നിനക്കെന്താ തോന്നണേ? ഗന്നത്ത് അങ്ങനെ ആയതില് വലിയ അത്ഭുതമൊന്നുമില്ല. അവന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ക്രിമിനൽസ് ആർ നോട്ട് ബോൺ, ദേ ആർ ഷേപ്ഡ് ബൈ സർവൈവർ. അത് ശരിയാണ്. ഒരാള് തെറ്റുകാരനാകുന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരൻ അവൻ മാത്രമല്ല, ആ സമൂഹം കൂടിയാണ്. എക്സാക്ട്ലി. ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായോണ്ട് നോവലിനെ കൊന്നിരിക്കാൻ സാധാ തള്ളിക്കളയാൻ പറ്റുമോ? അതുപോലെ എല്ലാ പണിയും നിർത്താൻ ഗന്നത്ത് തീരുമാനിച്ചത് അവൻ നന്നാവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണോ? എന്തായിരിക്കും അതിന്റെ റീസൺ? അതൊക്കെ ഉറപ്പിക്കാൻ സമയമായിട്ടില്ല. ആദ്യം അവർ തമ്മിലുള്ള കണക്ഷൻ കണ്ടെത്തണം, എങ്കിലേ ഉറപ്പിക്കാൻ പറ്റൂ. അയാളെ കണ്ട കഥ അറിയാൻ പറ്റുമായിരിക്കും. ഫ്രണ്ട് അല്ലേ, അപ്പൊ എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഇപ്പൊ ആകെയുള്ളൊരു പ്രതീക്ഷ അത് മാത്രമാണ്. തമ്പുരാനെ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാക്കണേ. പിന്നൊരു കാര്യം, ഈ കേസ് തുടങ്ങിയപ്പോ പോലും ഇത്രയൊക്കെ അറിയാൻ പറ്റുമെന്ന് പോലും ഞാൻ കരുതിയതല്ല. സത്യം. ഇവൻ അഡ്രസ് കിട്ടി ആണോ? എടാ, അഡ്രസ് ഒരു സാമുവൽ റോയുടെ പേരിലാണ്. അവിടെ അന്വേഷിച്ച സാൽവിയെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. ഓക്കേടാ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. ഇയാളാണോ സാമുവൽ റോയ്? അതെ, ഞാൻ തന്നെയാണ്. എന്താ കാര്യം? റാഫേൽ മോറിസിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു സാൽവിയെ അറിയാമോ? അത് ഞാൻ തന്നെയാണ്. എന്തിനാ പേര് മാറ്റിയത്? ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോ നമ്മളും മാറണ്ടേ, അതുകൊണ്ടാ മാറ്റിയത്. നിങ്ങൾ ഗനത്തിനെ പറ്റി അന്വേഷിക്കാൻ വന്നതാകുമല്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനൊരു കൂടിക്കാഴ്ച എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നേക്കാൾ കൂടുതൽ ഗന്നത്തിന്. അങ്ങനെയാണെങ്കിൽ ഗന്നത്ത് എന്തിനാ സൂയിസൈഡ് ചെയ്തത്? അതിനു മുൻപ് വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. ഇവിടെ വന്നത് ഗന്നത്തിനെ നോവലിനെ കുറിച്ച് അറിയാൻ കൂടെയല്ലേ? എല്ലാം ഞാൻ പറയാം. വഴിമുട്ടി നിന്നിരുന്ന ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടിയവരാണ് ഞാനും ഗന്നത്തും. അവൻ എനിക്ക് കൂടപ്പിറപ്പിനെ പോലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും റാഫേലിന്റെ അടുത്ത് വരികയും അവന്റെ കീഴിൽ പണി ചെയ്യാനും തുടങ്ങി. അവന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുകയും ബലിയാടാകാനുമായി ഞങ്ങളെപ്പോലെ പാവങ്ങൾ ഉണ്ടായിരുന്നു. ചെയ്യുന്നതിന്റെ പ്രതിഫലമായിട്ട് ഉടുക്കാനും ഉണ്ണാനും ഉള്ളത് കിട്ടുന്നോണ്ട് ഞങ്ങൾ അത് തന്നെ തുടർന്നു. പറയാനാണ് ആരോടും ഒരു കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത ലൈഫ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയുള്ള ഗന്നത്തിന്റെ ജീവിതത്തിലേക്കാണ് നോവൽ ഐസക് കടന്നു വരുന്നത്. നീ ഞങ്ങൾക്കിട്ട് പണിയല്ലടാ. നിന്നെ എന്താ കാണിക്കണ്ടേ നീ ഞങ്ങൾക്ക് അറിയാടാ. അവന്റെ കീഴിലായതുകൊണ്ടുള്ള കളിപ്പാടോടാ നിനക്ക്. തോണ്ടല, ഒരുത്തൻ പോലീസിനെ വിളിക്കുമെന്ന് തോന്നുന്നു. അവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാ. ഇങ്ങോട്ട് വാടാ. അയ്യോ ചേട്ടാ, എനിക്കൊന്നും അറിയില്ല. പോലീസിനെ വിളിക്കാൻ നോക്കി ഞങ്ങൾ അറിയില്ലെന്ന് വെച്ചോടാ. ഹേയ്, അവനെ വിട്ടേക്ക്. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്. തലയിട്ട് പോവാൻ നോക്ക്. നീ എന്താണ് ആജ്ഞാപിക്കുന്നോ? അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? മാറ്. എടാ, പോലീസ് വരുന്നു തോന്നുന്നു. ദാ, നിന്നെയൊക്കെ ഞങ്ങള് പിന്നെടുത്തോളാം. താൻ ഓക്കെ അല്ലേ? കൈ എടുക്കടാ.
നിനക്കെന്താ ബോധമില്ലേ? വഴി കൂടെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ തലയിലെടുത്ത് നോക്കാൻ. അതിപ്പോ കണ്ടിട്ട് എങ്ങനെയാ കാണാത്ത പോലെ പോണേ? ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ കാണുന്നവരല്ലേ സഹായിക്കേണ്ടത്. നീ ഏത് കുഗ്രാമത്തിന്ന്? അതെ, ഇവിടെ കുറച്ചൊക്കെ കണ്ണടച്ചാലേ ജീവിക്കാൻ പറ്റൂ. മേലിൽ ഇത് ആവർത്തിക്കരുത്. താൻ എന്തിനാ ഇത്ര ചൂടാവുന്നത്? പിന്നെ നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അപ്പോ തനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഈ ഭൂമിയിൽ ഒരു ഭാരം കുറയുന്നല്ലാതെ മറ്റൊന്നും മാറാൻ പോകുന്നില്ല. വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. എന്തോന്നാണോ ഈ കാണിക്കണേ? പ്രായമുള്ള മനുഷ്യരോടാണ് ഇങ്ങനെയാണ് പെരുമാറുന്നത്. നീ ആരാടാ ഇതിൽ ഇടപെടണ്ട? പോ. കുറഞ്ഞത് കുറച്ച് മനുഷ്യത്വമെങ്കിലും കാണിക്കണം മിസ്റ്റർ. ഒയ്യോ, അവൻ മനുഷ്യത്വം വിളമ്പാൻ വന്നേക്കുന്നു. ഒന്ന് പോണ വെച്ചിറക്കാം. ഇതോ താൻ പോയില്ലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതെന്താടാ അവിടെ ഒരു ബഹളം? കർത്താവേ, ഇവനല്ലേ അവൻ? പുതിയ വള്ളി പിടിക്കാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നു. ഡാച്ചക്ക ചുമ കളിക്കാൻ നിൽക്കില്ല. നീ വിട്ടോ, ഞാൻ വന്നോളാം. എങ്ങോട്ടേക്കാ? നീ വെക്കോ, ഞാൻ വന്നോളാന്ന്. അടയ്ക്കാ കുരുവിന്റെ അത്രേ ഉള്ളൂ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? നീ എന്നെ എന്തോ ചെയ്യും? ഹേയ്, ഇങ്ങോട്ട് വാ. നിനക്ക് തലയ്ക്ക് സുഖമില്ലേ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കാൻ? അവൻ ആപ്പാപ്പന്റെ ദേഹത്ത് കൈവച്ചു. കൈയും കാലും ഒക്കെ വെക്കും. അവനെ വിളിച്ചോണ്ട് പോ. എടോ, ഏയ് വിട്. അവരെന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. വെറുതെ എന്തിനാ വള്ളി പിടിക്കുന്ന എന്റെ കുഞ്ഞെ? അങ്ങനെ പറഞ്ഞ എങ്ങനെ? താൻ വിട്ടെ. എടോ, ഇവൻ കൊറേ നേരമല്ലോ. എന്റെ കവള്. ചെക്കനെ നേരെ കൈ വെക്കുന്നോടാ. എന്താണ് ഇവിടെ കാണുന്നത്? റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. എല്ലാത്തിനും എടുത്ത് അകത്തിട്. നീ ഏതാടാ? അത് ഞാൻ. സാർ, ഇവനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അടിയുണ്ടാക്കിയത്. ഇവനൊഴിച്ച് ബാക്കി എല്ലാത്തിനും എടുത്ത് ജീപ്പ് കയറ്റ്. പാപ്പൻ കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു. അല്ല, ഇവനെ കൊണ്ട് ആരും വന്നില്ലേ? ഇവൻ ഇവിടുത്തെ പ്രധാന പുള്ളിയല്ലേ? സാർ ഇവിടെ പുതിയതായതുകൊണ്ട് അറിയാത്തെ. ഓ, സാർ എന്താ അച്ചോ? അത് ഞാനൊരാളെ ജാമ്യത്തി എടുക്കാൻ വന്നയാ. ആരെ? ഇപ്പൊ നിങ്ങൾ ഒരാളെ അകത്തിട്ടില്ലേ, ആ ആളെ. അച്ഛന് നാണല്ലേ ഇവനെ പോലുള്ള ക്രിമിനൽസിന് വേണ്ടി വക്കാലത്ത് പറയാൻ വരാൻ? എന്ത് ചെയ്യാനാ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായി പോയില്ലേ. ഇപ്പോഴത്തേക്ക് ക്ഷമിക്കാം. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടേ പുറത്ത് വരാത്ത രീതി അകത്താക്കും. അത് നിങ്ങൾ വേണ്ട പോലെ ചെയ്തോളൂ. എഴുത്ത് കഴിഞ്ഞിട്ട് അവനെ ഇറക്കിയിട്ടേക്ക്. താങ്ക്സ് അച്ഛ. യുവദാസിന്റെ പണിയാണ് എന്നെ കൊണ്ട് എടുപ്പിക്കുന്നത്. മേലാൽ ഇമാതിരി കേസ് കിട്ടാൻ എന്റെ അടുത്ത് വരരുത്. ആരേലും പറഞ്ഞ എന്റെ കർത്താവ് തമ്പുരാനാണ് എന്നെ ഇടവകയിന്ന് പുറത്താക്കും. ചിരിക്കുന്ന നിന്റെ നല്ലതിനു വേണ്ടിയാ പറയണേ. വെറുതെ ഇമാതിരി കൂട്ടിയിട്ട് നമുക്ക് വേണ്ട. വേർപെട്ട ജീവിതമാണ് നമുക്ക് സേഫ്. അച്ഛോ, കർത്താവ് പാപികൾക്ക് വേണ്ടിയല്ലേ മരിച്ചത്? അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ അച്ഛോ? മനസ്സിലായി. എന്നെ നിന്റെ വരുതിയിലാക്കാനുള്ള നിന്റെ ടാക്ടിക് മൂവല്ലേ കുരുത്തം കെട്ടവൻ. ഞാൻ പോവാ, വരുന്നില്ലേ? അച്ഛൻ പൊക്കോ, ഞാൻ വന്നോളാം. എന്താടാ ഗന്നത്തെ, നിന്നേരൊക്കെ ആളൊക്കെ വന്നേക്കണം. ആദ്യമായിട്ടാണല്ലോ. നിന്റെയൊക്കെ മുതലാളി പോലും വരാറില്ലാത്തതാണല്ലോ. ഏതായി പുതിയ ചെക്കൻ? അതെന്റെ തല വീണ പുതിയ മാരണമാ. നിനക്കെന്താ വേണ്ടേ? എന്ത്? നീ എന്തിനാ എന്നെ സഹായിക്കുന്നത്? അത് ഞാൻ കാരണമല്ലേ തന്നെ പോലീസുകാരെ പിടിച്ചത്. പിന്നീട് എനിക്കൊരു കുറ്റബോധം വരാൻ പാടില്ലല്ലോ. അതാ. എനിക്കിവിടെ ആകെ പരിചയം ഇവിടുത്തെ ഇടവകയിലെ അച്ഛനെയാ. ഗൻ, നീ ബൈക്കെടുത്തോ, എനിക്കിവിടെ ഒരു പരിപാടി ഉണ്ട്. ശരിയടാ. എന്താ, വീട്ടിൽ പോവാണോ? അല്ല, ഞാനിവിടെ പായ വിരിച്ച് കിടക്കാം. അതിന് പോലീസുകാർ സമ്മതിക്കൂലല്ലോ. എന്താ നിന്റെ പ്രശ്നം? എന്നെ കൂടെ വീട്ടിലാക്കാമോ? ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നേ? അതേപോലെ മോനിങ് പോയാ മതി. അത് ഞാൻ അച്ഛന്റെ കൂടെ വന്നേ. അച്ഛൻ പോയി. എന്നാ ഇവിടെ നിങ്ങൾ നടക്ക്. സഹായ മനസ്കത കൂടിയോണ്ട് ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല.
അതെ, വന്ന് കയറ്, കൊണ്ടുവിടാം. താങ്ക്സ്. ഈ വണ്ടി തന്നെയാണോ? അറിഞ്ഞിട്ട് എന്തിനാ, വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഏയ് ഇല്ല. താൻ എപ്പോഴും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാനുണ്ടോ? എന്താ എനക്കൊന്നും ഇല്ലാത്തേ? ഉറങ്ങാണോ? ഒന്നും മിണ്ടാതിരിക്കോ, ഇല്ല ഞാൻ വഴിയിലിറക്കി വിടും. വേണ്ട, ഞാൻ നിർത്തി. നല്ല ബെസ്റ്റ് ടൈം. മഴ കഴിഞ്ഞിട്ട് പോവാം. ഇനി ഞാൻ കാരണം പനി പിടിക്കണ്ട. മഴ കൂടുകയാണെന്ന് തോന്നുന്നു. തണുക്കുന്നുണ്ടോ? അപ്പൊ തനിക്ക് തണുക്കുന്നില്ലേ? ഇല്ല, എനിക്കിതൊക്കെ ശീലം. നീ കൂടെ ഉള്ളോണ്ട്. ഇല്ല ഞാൻ മഴയത്ത് പോയിക്ക് പോയേനെ. ഇത് മാറണ ലക്ഷണമൊന്നുമില്ലല്ലോ. ഹലോ, എടാ കേൾക്കാമോ? ഹലോ, പറ. ഓക്കെ. എന്താ? പണി പാളി. ഈ വഴിന് പോവാൻ പറ്റില്ല, മണ്ണിടിഞ്ഞെന്ന്. ഹോസ്റ്റലിൽ എത്താൻ വേറെ വഴി അറിയാമോ? ഇല്ല. വേറെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ? എനിക്ക് ആരെ അറിയില്ല. അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ മഹാന്? എന്തിനാ ദേഷ്യപ്പെടണേ? ഞാൻ പറഞ്ഞിട്ടാണോ മണ്ണിടിഞ്ഞതും മഴ പെയ്തതും? നിന്നെ കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഹലോ, തന്നെ സഹായിച്ചത് ഞാനാ, അപ്പൊ തന്റെ ഉത്തരവാദിത്തമാണ് എന്നെ കൊണ്ടാക്കാൻ. അത് കൊള്ളാം. പറച്ചില് കേട്ടാത്തോണ്ട് ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആവശ്യമില്ലാതെ ഓരോന്നിനും പോയി തലയിട്ടും. എന്നിട്ട് മതി. ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരുന്നാ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് വേഗം പോകണം. സമയം കഴിഞ്ഞ് എന്നെ വാട ഹോസ്റ്റലിൽ കയറ്റൂല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കാനാണോ? ഒരു കാര്യം ചെയ്യാം. എന്റെ വീട് ഇങ്ങോട്ടേക്കാ. വേണേ ഇന്ന് രാത്രി അവിടെ നിക്കാം. വേണമെങ്കിൽ മാത്രം, ഞാൻ നിർബന്ധിക്കില്ല. ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്നാ ഈ മഴ മാറട്ടെ, പോകാം. അതെ, തനിക്ക് പേടിയില്ലേ? എന്തിന്? എന്നെ പോലെ ഒരാളുടെ കൂടെ നിക്കാൻ. ഞാനെന്തിനാ പേടിക്കണേ? അല്ല, നിന്നെ പോലെ സുന്ദരനായൊരു പയ്യൻ ഞാൻ എന്തെങ്കിലും ചെയ്താലോ? താൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിലാണെ 5 പൈസ പോലും ഇല്ല. അല്ലെ കട്ടോണ്ടെങ്കിലും പോകായിരുന്നു. ചമ്മി പോകത്തേ ഉള്ളു. ഓ, അങ്ങനെയാണോ? എന്നാ ഞാൻ നിന്നെ വേറെന്തെങ്കിലും ചെയ്താലോ? എന്തേ, തണുക്കുന്നുണ്ടോ? ചുണ്ട് നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ. അത് മഴ തുറന്നു, വാ പോവാം. ഇവിടെ മൃഗങ്ങൾ പോലും താമസിക്കില്ലല്ലോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെയാ ഞാൻ താമസിക്കണേ. അത് ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ, ഒന്നും തോന്നില്ലേ? തോന്നുന്നില്ല. പോരെ, പോയി കുളിക്ക്, നന്നായി നനഞ്ഞിട്ടുണ്ട്. ഉടുത്തുമാറ്റം എന്തേലും തരാമോ? എന്താ കഴിക്കാൻ വേണ്ടത്? അതെന്താണേലും കുഴപ്പമില്ല, എന്ത് വേണേലും ഉണ്ടാക്കിക്കോ. വാങ്ങിയിട്ട് വരാം. ഓ, ഈ മഴയത്ത് കടയുണ്ടോന്ന് അറിയില്ല, നോക്കിയിട്ട് വരാം. തൽക്കാലം ഇവിടെ ഇതേ ഉള്ളൂ, ഇത് കഴിക്ക്. അപ്പൊ തനിക്കോ? ഞാൻ കഴിച്ചു. സൂക്ഷിച്ചു പോയി വരണേ. എന്താ, ഞാൻ എല്ലാരോടും ഇങ്ങനെ തന്നെയാണോ? അയ്യോ, ഞാനങ്ങനെ നൈറ്റ് ആരെയും ഫുഡ് വാങ്ങാൻ പറഞ്ഞു വിടാറില്ല. തെറ്റെന്റെ ഭാഗത്താ, ഞാനൊന്നും ചോദിച്ചില്ല. ഇവിടെ ബുക്സ് ഒന്നുമില്ലേ വായിക്കാൻ? എനിക്ക് ബോറടിക്കുന്നു. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതെന്താ? അല്ല, താൻ ഏതുവരെ പഠിച്ചേ? തന്റെ ജോലിയൊക്കെ ഏകദേശം എനിക്ക് അറിയാം. എന്തറിയാം? താൻ ക്രിമിനൽ അല്ലേ? അല്ല, തനിക്ക് കുറെ കേസുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ പ്രശ്നക്കാരനാണെന്നൊക്കെ. ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചാ എന്റെ കൂടെ വന്നേ? ബാക്കിയുള്ളവർ പറയുന്നത് വെച്ച് ഒരാളെ വിലയിരുത്തിയാൽ എല്ലാരും തെറ്റുകാരായി തോന്നും. ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് താനൊരു നല്ല വ്യക്തിയായിട്ടാ തോന്നണേ. അങ്ങനെ തോന്നലുകൾ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് എന്നെ നല്ലതാക്കി നീ ചിത്രീകരിക്കണ്ട, മനസ്സിലായോ? ജന്നത്ത് എന്നും എല്ലാവരുടെയും കണ്ണി കുറ്റക്കാരനാണ്.
അത് മാറാൻ പോകുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ദാ, വെറുതെ എന്നോട് അടുക്കാൻ നോക്കണ്ട. അത് നിനക്ക് ഒട്ടും നല്ലതാവില്ല. അത് ഞാൻ ഇപ്പൊ നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അപ്പോഴും നീ ഇത് തന്നെ പറയുമോ? സഹായിച്ചെന്ന് കരുതി ഞാൻ നല്ലവനാണെന്ന് കരുതരുത്. നീ എന്തിനാ അഭിനയിക്കുന്നത്? എന്ത്? നിനക്കെന്നെ ഒറ്റക്കാക്കിട്ട് പോകായിരുന്നോ? എന്നെ ഓർത്തിട്ടല്ലേ നീ എന്നെ സഹായിച്ചത്? നിനക്ക് എന്നെ ഉപദ്രവിക്കാനാണേ അത് നേരത്തെ ആകാമല്ലോ, കൊല്ലാനാണേലും. നിന്നോട് അടുക്കാതിരിക്കാനല്ലേ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ ഇഗ്നേഷ്യസ് ഇങ്ങനെ കള്ളം പറയുന്നേ? ഞാൻ എന്നെ പറ്റി പറഞ്ഞത് സത്യ ആകാം, പക്ഷെ എന്നോട് നീ മോശമായി പെരുമാറിയില്ലല്ലോ. So you are a good person in my heart. No matter what anyone says, I will only believe what I see before my eyes. എന്താന്ന്? ഓ, അതായത് എന്റെ മനസ്സിൽ നീ ഒരു നല്ല മനുഷ്യനാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണിന് മുന്നിൽ കാണുന്നത് ഞാൻ വിശ്വസിക്കൂ. എന്താ കണ്ണ് നിറഞ്ഞ്? ഹേയ്, മഴയല്ലായിരുന്നോ? വെള്ളം വീണായിരിക്കും. ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ. അത് ശ്രദ്ധിക്കാനിട്ടാ. കിടക്കാം, വാ. താൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അത് പറഞ്ഞില്ലല്ലോ. എന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. കേട്ടും കണ്ടും കുറച്ചൊക്കെ വായിക്കാനും പറയാനും മാത്രം അറിയാം. എന്റെ ജീവിതത്തിൽ ഒരാൾ പോലും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വെറുതെ ആരും എനിക്ക് തന്നിട്ടില്ല. എല്ലാത്തിനും എന്തെങ്കിലും വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 15 വയസ്സുള്ളപ്പോ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാള് തലയ്ക്ക് കുപ്പി കൊണ്ടടിച്ചു. അയാൾ മരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അങ്ങനെ 2 വർഷം ജുവനൈൽ ഹോമിൽ കഴിഞ്ഞു. പുറത്തിറങ്ങിയ ശേഷം ഞാൻ ഇവിടെ എത്തി. ജീവിക്കാൻ വേണ്ടി പലതും ചെയ്തു. ഇനി എന്തൊക്കെയായാലും എല്ലാവരുടെ കണ്ണിലും ഞാനൊരു ക്രിമിനലാണ്. ഇഗ്നേഷ്യസ്, ഞാൻ തന്നെ സഹായിക്കാം. തനിക്ക് കിട്ടാതെ പോയ എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. അല്ല, അത് അപ്പൊ ഗുഡ് നൈറ്റ്. നീ എന്താ ഇവിടെ? എന്നും ഇത്ര ലേറ്റ് ആയിട്ടാണ് വരടെ? പുറത്ത് നിന്ന് ഞാൻ ക്ഷീണിച്ചു. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ എന്താ ഇവിടെ? ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? അതൊന്നും ശരിയാവില്ല. നീ പോവാൻ നോക്കിയേക്ക. ഹേയ്, ഇതെങ്ങോട്ടാ? ഓ, എന്താ നിനക്ക് വേണ്ടത്? ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. എന്ത്? അതെ, ഞാൻ തന്നെ സഹായിക്കാം. എനിക്കറിയാവുന്നത് ഞാൻ പഠിപ്പിക്കാം. കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും പറയാനും. എന്തേ? കാണുന്ന വള്ളികളെല്ലാം പെടലേക്ക് വെക്കാൻ വലിയ ഇഷ്ടമാണല്ലയോ? വള്ളികളൊന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. ഇവനെ കൊണ്ട് താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിന്ന് പോവില്ല. അങ്ങനെ നോയൽ എന്ന ഗന്നത്തിനെ കാണാൻ ചെല്ലുമായിരുന്നു. വേണ്ട. പിന്നെ ഒരു പൂ വെച്ചതും വെച്ച് തന്റെ ഓറ കുറഞ്ഞു പോകാൻ പോകുന്നില്ല. നോക്കട്ടെ. ഓ, ഇപ്പൊ ക്യൂട്ട് ബേബിയായി.
നമ്മളെടുത്ത ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെയും പഠിക്കാല്ലേ? ഹാ, എപ്പോഴും പഠിത്തം മാത്രം മതിയോ? ഇടയ്ക്കൊരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? വെറുതെ എന്റെ കൂടെ നടന്നിട്ട് നിനക്ക് ചീത്തപ്പേരാവുണ്ട്. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. എന്തുവാടെ ഈ ആലോചിക്കുന്നേ? എടാ, ഈ ലോകത്ത് ഇന്നേ വരെ ഒരാൾ പോലും എന്നോട് സ്നേഹത്തോടോ വാത്സല്യത്തോടോ സംസാരിച്ചിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല. പക്ഷെ ഒരാൾ മാത്രം എന്നെ പറ്റി അറിഞ്ഞിട്ടും വിലയിരുത്താതെ എന്നോട് സ്നേഹത്തോടെ കരുതലോടെ പെരുമാറുന്നുവെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ആ വ്യക്തിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട്. എന്നെയോ? അല്ല, ആരിപ്പോ ഇത്? അത് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ലേ, ആ കോളേജിൽ പഠിക്കണ പയ്യനാണോ? അതെ. എടാ, അതിപ്പോ നീയല്ലേ പറഞ്ഞേ അവൻ വളരെ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണെന്ന്. അവൻ എല്ലാരോടും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൻ എന്നോട് പെരുമാറുന്ന പോലെ തന്നെയാണോ ബാക്കിയുള്ളവരോടും പെരുമാറുക? ഞാൻ നിനക്ക് എന്താടാ പറ്റിയേ? ഇങ്ങോട്ട് നോക്ക്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നി തുടങ്ങിയോ? പോടാ, എനിക്ക് അതിനുള്ള അർഹത പോലും ഇല്ല. അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. എടാ, നീ എന്താ ഇങ്ങനെ ചിന്തിക്കണേ? എന്നെ പോലൊരാൾ, അവനെ പോലുള്ള നല്ലൊരു പയ്യന് അത് വിട്, അതൊന്നും ശരിയാവൂല. എന്തുകൊണ്ട് ശരിയാവൂല? നീ കംപ്ലൈന്റ് ചെയ്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും അവൻ വല്ല പ്രശ്നത്തിലും വന്നാലോ? ഇങ്ങനെ പേടിച്ചെന്ന് വെച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോ വരാം. നിക്ക്, ആരാ അത്? ഞാൻ പലവട്ടമായി കാണുന്നു. അത് പിന്നെ പറയാം. എന്താ? ഞാനിന്ന് വൈകിട്ട് കാണില്ല, അത് പറയാൻ വന്നേ. അതെന്തു പറ്റി? നൈറ്റ് ചെറിയൊരു പണിയുണ്ട്. ആരേലും കൊല്ലാനാണോ? ഹേയ്, അതൊന്നുമല്ല. പിന്നെ അത് മനസ്സിലായി. അയാളെ വേണം ആദ്യം അടിക്കാൻ. അത് പോട്ടെ, സൂക്ഷിക്കണം, ഒരു പ്രശ്നത്തിലും ചെയ്ത് ചാടരുത്. നേരത്തെ പറയാറുള്ള പോലെ എനിക്ക് എന്തെങ്കിലും പറ്റിയ ആർക്കും ഒന്നുമില്ല എന്നുള്ള തോന്നല് വേണ്ട. പഴയ പോലല്ല, അടിയനിവിടെ കാത്തിരിക്കും. അതുകൊണ്ട് പണി വാങ്ങാതെ വന്നേക്കണേ. ബൈ. എന്നാ ഇതൊരു നോവലാ, വായിച്ചു നോക്ക്. ഭാഷ നന്നാവാൻ വായന നല്ലതാ. ടു റിമെമ്പർ. കറക്റ്റ്. നല്ല സ്റ്റോറിയാ. ഇതെന്താ? അത് ഞാൻ എഴുതിയതാ. കൊള്ളാലോ. ഇപ്പൊ കാവ്യഭാവനയൊക്കെ ഉള്ള ആളാണ്. ഭാവിയിൽ ഒരു എഴുത്തുകാരനൊക്കെ ആയേക്കാം. ഓടെ എന്നെ കളിയാക്കാതെ. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. അതിന് എന്റെ ജീവിത സാഹചര്യമൊക്കെ എന്ന് മാറാനാ? ഇപ്പൊ തന്റെ ലൈഫില് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അത് പ്രതീക്ഷിച്ചിട്ടാണോ? അതുകൊണ്ട് പ്രതീക്ഷകൾ കൈവിടല്ലേ. ചുരുങ്ങിയ ചില നിമിഷങ്ങൾ മതി ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാൻ, അതുപോലെ ദുഃഖിക്കാനും. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് വേണ്ട, നീ കഴിച്ചോ. അതെന്താ? എനിക്ക് വിശക്കുന്നില്ല. അതെ, അറ്റ്ലീസ്റ്റ് കള്ളം പറയുമ്പോ അതിനനുസരിച്ചുള്ള മുഖഭാവം എങ്കിലും ഇട് പ്ലീസ്. എന്നാ താനെന്താ കഴിക്കാത്തെ? ഇഷ്ടല്ലേ? അയ്യോ, അതൊന്നുമല്ല. പിന്നെ തന്റെ കയ്യൊന്ന് കാണിച്ചേ. അത് ഇങ്ങോട്ട് കാണിക്കാൻ. കമ്പി കൊണ്ടതാ. കൊണ്ടതാണോ കൊള്ളിച്ചതാണോ? ആരേലും? അല്ല, കയ്യിലിരിപ്പ് അതൊക്കെ ആയോണ്ട് പറയാൻ പറ്റൂല. മുറിവുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡ്രസ് ചെയ്യണം മിസ്റ്റർ. ഇല്ലേ സെപ്റ്റിക് ആയി പഴുത്ത് കൈയൊക്കെ മുറിച്ചു മാറ്റേണ്ടി വരും. നോയൽ, എന്ത്? കാര്യമായിട്ട് പറഞ്ഞതാ. കൈ വയ്യാത്തല്ലേ? ഇനി വാ, ഞാൻ മാറിത്തരാം. ഇഗ്നേഷ്യസ്,
ഇവിടെ ഇല്ലേ? ഈ വാതിലും തുറന്നിട്ട് എവിടെ പോയതോ? ഇതെന്താ പേപ്പറോ? ഇരുണ്ട ജീവിതത്തിൽ ശാന്തമായി പെയ്തൊരു മഴ പോലെയായിരുന്നു നീ. എന്നെ മാറ്റാൻ നീ ശ്രമിച്ചില്ല, പക്ഷെ നിന്റെ സാന്നിധ്യം മാത്രം എന്നെ കുറച്ചെങ്കിലും മനുഷ്യനാക്കി. പുസ്തകങ്ങളിലെ പ്രണയം കെട്ടുകഥയാണെന്ന് ഞാൻ കരുതിയിരുന്നു നിന്നെ കണ്ടതുവരെ. നീ സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യമായി എന്നെ കേൾക്കുന്ന ഒരാളുണ്ടെന്ന് തോന്നി തുടങ്ങി. എന്നെ പോലൊരു തകർന്ന മനുഷ്യന്റെ ഉള്ളിലും ഇത്ര മൃദുവായ വികാരങ്ങൾ ഉണ്ടാകുമെന്ന് നീ അറിയാതെ പഠിപ്പിച്ചു. ഇപ്പോൾ ചില രാത്രികളിൽ ഞാൻ ആകാശത്തേക്കല്ല നോക്കുന്നത്, നിന്നിലേക്കാണ്. കാരണം എനിക്ക് സമാധാനം തോന്നുന്ന ഏക സ്ഥലം അത് നിന്റെ കണ്ണുകളാണ്. നീ വന്നോ? ഇതെന്താ? അത് ഞാൻ ചുമ്മാ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ പറ്റിയല്ലേ നോയൽ. അത് ഞാൻ നിനക്ക് എന്നെ നീ ഇപ്പോ പിന്നെ കാണാം. നീയാണോ ക്രിമിനൽ? ധൈര്യമുള്ളവൻ. അത് പറയുന്നവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ? നോയൽ അല്ല, പിന്നെ മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല നിനക്ക്? ഇല്ല, എനിക്ക് അതിനുള്ള ധൈര്യം വരുന്നില്ല. ചിലപ്പോ ഇതെല്ലാം എന്റെ മാത്രം തോന്നലുകളാണെങ്കിലോ? ഇഗ്നേഷ്യസ്, എനിക്ക് പേടിയാ നോയൽ. ഇതറിഞ്ഞ നീ എന്നോട് മിണ്ടിയില്ലെങ്കിലോ? ഇന്നേ വരെ ആരും എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല. എന്നെ പോലെ ഒരാൾ നിന്നെ സ്നേഹിക്കാൻ അർഹതയുണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. ഇഗ്നേഷ്യസ്, ആദ്യം നീ നിന്നെ വില കുറച്ച് കാണുന്നത് നിർത്ത്. കുറവുകളില്ലാത്ത മനുഷ്യനുണ്ടോ? എന്നെ നോക്ക്. നീ ഈ പേപ്പറിൽ എഴുതിയേക്കുന്നത് എന്നെ കുറിച്ചാണോ അതോ മറ്റാരേലും കുറിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഗ്നേഷ്യസ്. എന്റെ കൂടെ നീ എന്നും ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നീയാ. ആ സ്നേഹം നിനക്ക് ഞാൻ തിരിച്ചു തരില്ലെന്ന് തോന്നുന്നുണ്ടോ? എടാ, എനിക്ക് കുറച്ച് കാശ് വേണം. അതിപ്പോ അത്യാവശ്യം ജീവിക്കാനുള്ളത് റാഫേൽ അങ്ങനെയല്ല. ഒരു കള്ളത്തരമോ തെറ്റായി ഉണ്ടാക്കുന്നതോ ആയ പണമല്ല. കുറച്ച് ദിവസത്തേക്കിന് ഒരു പണി കിട്ടിയാലും മതി. ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എന്തിനാടാ ഇതൊക്കെ? എനിക്ക് അവൻ എന്തെങ്കിലും നല്ല രീതിയിൽ സമ്പാദിച്ച പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നുണ്ടടാ. ഒരു പണി കിട്ടാൻ. അങ്ങനെയാണേ ഇവിടെ അടുത്തൊരു കെട്ടിടം പണി നടക്കുന്നുണ്ട്. അവിടേക്ക് ഒരാള് കുറവുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. ഒരു 4 ദിവസത്തെ പണിയെ കാണും. അത് മതി. പിന്നെ ഇതാരും അറിയാൻ നിൽക്കണ്ട. എന്ത് ഭംഗിയല്ലേ ഇവിടെ. പിന്നെന്തിനാ ഇത് അബണ്ടന്റ് ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയേ? നേരത്തെ ഇതായിരുന്നു ഇവിടുത്തെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ്. എന്തിന്? മാപ്പിൾമേർ എന്നായിരുന്നു ഈ ടൗണിന്റെ ആദ്യ പേര് തന്നെ. പിന്നെ അത് വെൽമോറാന്ന് മാറ്റിയതാ. ഇവിടെ കുറെ സൂയിസൈഡും മരണങ്ങളും നടന്നുകൊണ്ട് ഇവിടേക്ക് ആളുകൾ വരാണ്ടായി. അത് വിട്, എനിക്കൊരു സാധനം തരാനുണ്ടായിരുന്നു. ഗിഫ്റ്റാണോ? തന്നോളൂ. നിനക്ക് ഇഷ്ടമാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരായി സമ്പാദിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാ. ഇഷ്ടായോ? ഒരുപാട്. ഞാനിത് ജോഡിയായിട്ടാ വാങ്ങിയ. യു മീൻ കപ്പിൾ ബ്രേസ്ലെറ്റ്? യാ കേട്ടിട്ടാ. പിന്നെ ഞാനെല്ലാം നിർത്താൻ തീരുമാനിച്ചു. ഈ നാട്ടിൽ എനിക്കൊരു പണി കിട്ടാൻ പാടാണ്. പക്ഷേ നിന്നെ ഞാൻ ഒരു കുറവും കൂടാതെ നോക്കും. ഇഗ്നേഷ്യസ്, അതിനെനിക്കൊരു സംശയമില്ല. നീ എന്നെ ഏത് വിധേനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം. എന്റെ പഠിത്തം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാം, പോരെ? താങ്ക് യു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന എന്റെ ജീവിതം നിറമുള്ളതാക്കിയതിന്. എനിക്ക് ജീവിക്കണം നിന്നോടൊപ്പം, പുതിയൊരു അധ്യായനമായി സന്തോഷത്തോടെ. എന്നിട്ട് എനിക്ക് വിളിച്ചു പറയണം, എന്നെ കാത്തിരിക്കാനും എന്നെ സ്നേഹിക്കാനും. ഞാൻ മരിച്ചാലും ഒരു തുള്ളി കണ്ണീർ വീഴ്ത്താനും എനിക്ക് ഒരാളുണ്ടെന്ന്. മൈ ലവ് ഓഫ് മൈ ലൈഫ്.
അതെ, ഇന്ന് ഞാൻ കോളേജ് കഴിയാൻ ലേറ്റ് ആകും. എന്നെ നോക്കണ്ട ഇന്ന് കേട്ടോ. പിന്നെ എന്താ, സിസ്റ്ററമ്മയോട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പോക്കിന് തന്നെ കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ന്യൂ ലൈഫ്. ബൈ, ലവ് യു. ഡാ, എന്താടാ, നീ നോവലിനെ കണ്ടായിരുന്നോ? ഞാൻ എങ്ങനെയാടാ, നിനക്കല്ലേ അറിയാൻ വഴിയുള്ളൂ. എടാ, അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലും വന്നില്ല. എന്നാ ഹോസ്റ്റലിൽ പോയി കാണും. എന്നോട് പറഞ്ഞിരുന്നു ഇന്നവൻ ലേറ്റ് ആവും നോക്കണ്ടെന്ന്. പിന്നെന്താ എടാ, എന്നാലും എടാ നീ ഒന്ന് അടങ്ങടാ. നീ എന്തിനിങ്ങനെ വെറുതെ ടെൻഷൻ ആവുന്നേ? ഒന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ? എന്റെ മനസ്സിലെന്തോ ഒരു തോന്നൽ. അതൊക്കെ നിന്റെ വെറും തോന്നല. പിന്നെ എടാ, നീ ഒന്ന് എന്റെ കൂടെ വരാൻ പറ്റുമോ? ഈ സാധനങ്ങൾ എത്തിക്കാനാ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒറ്റയ്ക്ക് പോകാൻ മടി. പേടിക്കണ്ട, ഇത് അയാള് തന്ന പണിയല്ല. നീ പോയപ്പോ ഞാനും ഒന്ന് ചിന്തിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവൂലെന്ന്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് ആകുന്ന തരത്തിൽ പണി ചെയ്ത് തുടങ്ങണം. ഞാനും വരാം. എന്താടാ, നീ ഇപ്പോഴും അത് ആലോചിച്ചിരിക്കുവാണോ? എടാ, അവനെന്തെങ്കിലും പറ്റിക്കാണോ? എനിക്ക് വല്ലാത്തൊരു ഭയം. നീ ഇങ്ങനെ ആയാൽ എങ്ങനാ? നീ കണ്ടോ, കുറച്ച് കഴിയുമ്പോ അവൻ തന്നെ ഇങ്ങോട്ട് വിളിക്കും. അല്ലെ നാളെ നമുക്ക് പോയി കാണാം. പേടിക്കാതിരി, ഒന്നും ഉണ്ടായില്ല. പിറ്റേന്ന് ഞങ്ങൾ കുറച്ച് വൈകിയാ വെൽമോറയിലെത്തിയത്. എത്തിയപ്പോ അറിയുന്നത് നോയലിന്റെ മരണവാർത്തയാ. അവനെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും മുമ്പേ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തു. അവന്റെ ആ മുഖം ഇപ്പോഴും എന്റെ കൺമുമ്പിന്ന് പോയിട്ടില്ല. പട്ടിണി കിടക്കുമ്പോഴോ ആരും തിരിഞ്ഞു നോക്കാനില്ലാഞ്ഞപ്പോ പോലും ഞാൻ അവനെ ആ അവസ്ഥയിൽ കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ഞാൻ ചിന്തിക്കും, അന്ന് ഞാൻ അവനെ കൊണ്ടുപോകാതിരുന്നാൽ ഒരു പക്ഷേ. പോലീസിനോട് പറഞ്ഞില്ലേ അന്ന് രാത്രി ഗന്നത്ത് തന്റെ കൂടെ ആയിരുന്നു എന്ന്? ഞാൻ പറഞ്ഞതാ, പക്ഷെ വിശ്വസിക്കാൻ എന്റെ കൈ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. റാഫേലെ കാണാതെ ഞാനെല്ലാം ചെയ്തുകൊണ്ടിരുന്നേ. അതുകൊണ്ട് തെളിവൊന്നും ഞാൻ അവശേഷിപ്പിക്കാറില്ല. പിന്നീട് അവനെ ഞാൻ ജയിലിൽ പോയി കണ്ടു. അവന്റെ അവസ്ഥ ഭയങ്കര മോശമായി തോന്നി. എനിക്ക് അവനെ അങ്ങനെ കാണാൻ കഴിയാത്തോണ്ടാ ഞാൻ അവനെ ജയിലിൽ ചാടാൻ സഹായിച്ചു. നോയലിനെ കൊന്നത് ആരാന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള പവർ അന്ന് എനിക്കോ അവനോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പോലീസ് കാണാതെ ഞങ്ങൾ അതിന് ശ്രമിച്ചു. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ അവൻ ഈ കേസ് അന്വേഷിച്ച വിൻസെന്റ് ജോസഫിനെ കാണാൻ പോയിരുന്നു. പിന്നീട് അവൻ എന്നോട് ആവശ്യപ്പെട്ടത് നോയലിന്റെ സാധനങ്ങളാണ്. അത് ഭദ്രമായി അവന്റെ സാധനങ്ങളോടൊപ്പം സൂക്ഷിച്ചു വെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാ തിരിച്ച് പോലീസിന് കീഴടങ്ങിയെ. എന്നോട് ബായ് പറഞ്ഞു പോകുമ്പോ ഞാൻ ഓർത്തില്ല അത് എന്നേക്കുള്ള അവന്റെ ഗുഡ് ബൈ ആണെന്ന്. അന്നേ ദിവസം തന്നെ ജയിലിൽ വെച്ച് അവൻ സൂയിസൈഡ് ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള കുറ്റബോധ. പിന്നെ അവൻ എന്നോട് പോകുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകൾ. എന്നെങ്കിലും സത്യങ്ങളെല്ലാം പുറത്തു വരും, എനിക്ക് ഉറപ്പുണ്ട്. ആരെയെങ്കിലും ദൈവം അതിന് തോന്നിപ്പിക്കും. ആ ഉറപ്പില്ല ഞാൻ ഇതുവരെ ജീവിച്ചത്. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. ഇപ്പൊ അതിനുള്ള പാങ് എനിക്കുണ്ട്. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയാം. നിങ്ങൾ പറയുന്നത് വെച്ചാണെങ്കിൽ ഒരാളെ പൊക്കിയോ ഒരുപക്ഷെ സത്യങ്ങൾ അറിയാൻ സാധിക്കും. ആരെ? ഈ കേസിൽ ഒരു ഐ വിറ്റ്നസ് ഉണ്ട്. ആരാണെന്നറിയോ? ടോണി സേവ്യർ, നിങ്ങൾ പറഞ്ഞ സെഡ്രിക് സെബാസ്റ്റ്യന്റെ കൂട്ടുകാരൻ. അവനാണ് മരിക്കുന്നതിന് മുൻപ് നോയൽ ഗന്നത്തിന്റെ കൂടെ പോയത് കണ്ടുവെന്ന് മൊഴി പറഞ്ഞവൻ. അന്ന് സംശയിക്കാൻ എനിക്ക് സെഡ്രിക്കിനെ പറ്റിയോ നോയലും അവനും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയോ അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ അതിനൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവനെ എങ്ങനെ കണ്ടുപിടിക്കും? അതെനിക്ക് വിട്ടേക്ക്. പിന്നെ നിങ്ങൾക്ക് നോയലിന്റെ സാധനങ്ങൾ കാണണ്ടേ? ഇതല്ലേ ആ ബ്രേസ്ലെറ്റ്? A Walk to Remember by നിക്കോളാസ് സ്പാർക്ക്. നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ബുക്കിലെ പോലെ തന്നെയാ നോയലും ഗന്നത്തിന്റെയും പ്രണയം. പക്ഷെ ഒരു വ്യത്യാസം, ഇതിലെ നായിക അസുഖം വന്നാ മരിക്കണേ. ഇവിടെ നോയൽ കൊല ചെയ്തു. വിധിയെ പഴിച്ചാൽ മതി. അവർക്ക് നല്ലൊരു അവസാനം കൊടുക്കാമായിരുന്നു. ലൈഫിലെല്ലാം ഫെയറായി വരണമെന്നില്ലല്ലോ. അല്ല ചേട്ടാ, അന്ന് ഗന്നത്ത് വിൻസെന്റിനെ കാണാൻ പോയതിനു ശേഷം എന്താ സംഭവിച്ചെന്ന് അറിയാമോ? എനിക്കറിയില്ല. പക്ഷെ അയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അയാൾ മരിച്ചെന്നൊക്കെയാണ് പറയണത്. അത് ഗന്നത്താണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗന്നത്തിനെ എവിടെ അടക്കം ചെയ്തേക്കുന്നത്?
വെൽമോറയിലെ ഒരു പബ്ലിക് സെമിത്തേരിയില. എല്ലാത്തിനും ഒരു അവസാനം കണ്ടിട്ട് വേണം എനിക്ക് അവൻ പറഞ്ഞ പോലെ അവന് വിലപ്പെട്ടതായ ഈ സാധനങ്ങളെല്ലാം അവന്റെ മെമ്മോറിയൽ നീച്ചിൽ വെക്കാൻ. നീച്ച്? എടാ, ചിലയിടങ്ങളില് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ചെറിയൊരു സ്മാരക സ്ഥലമുണ്ട്. അതിനാണ് ഈ മെമ്മോറിയൽ നീച്ച് എന്ന് പറയുന്നത്. ഓ, പിന്നെ നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുകയല്ലേ? ആ അതെ, ഞാൻ റൂം റെഡിയാക്കാൻ പറയാം. താങ്ക് യു. അല്ല, തനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ഇനി 29 ആകാൻ പോകുന്നു. ഓ, അപ്പോ ഇപ്പൊ 28 വയസ്സ്. ചെറിയ പയ്യനാ. അല്ല, ഞാനത്ര ചെറുതൊന്നും അല്ല. എനിക്ക് 43 വയസ്സുണ്ട്. എന്നെ അപേക്ഷിച്ച് നീ ചെറുതാ. ഓ, താൻ മാരീഡ് അല്ലേ? അല്ല. അയ്യോ ബ്രോ, അതെന്താ ഇത്ര നാളായിട്ടും കല്യാണം കഴിക്കാനത്? പറ്റിയ ഒരാളെ കിട്ടിയില്ല. ഇനി വേണമെങ്കിലും ആകാമല്ലോ. അത് ശരിയാ, ജസ്റ്റ് നമ്പർ. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്, യാത്രാക്ഷീണം കാണും. മോനെന്ന് നിന്നെ എന്താടാ, എന്തോന്ന് ഏജ് ജസ്റ്റ് നമ്പർ? അതിനെന്താ, അയാളെ കണ്ടാ പോലും പ്രായം പറയില്ല. അതുകൊണ്ട് നീ എന്നാ ചെയ്യാൻ പോവാ? എന്റെ പൊന്നോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാനൊന്ന് കാണിക്കാൻ പോയില്ല. ആ, അങ്ങനെയാണെ കൊള്ളാം. ഹായ് ടോണി, എങ്ങോട്ടേലും പോവാൻ നിൽക്കാണോ? ഹേയ് അല്ല, ഞാൻ പോയേച്ച് വന്നയാ. അത് നന്നായി. ചിലപ്പോ ഇനി പോകാൻ പറ്റിയില്ലെങ്കിലോ? നിങ്ങൾക്ക് ആരാ, എന്താ വേണ്ടേ? നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഹേയ്, ഇയാളെന്തീ കാണിക്കണേ? ഇവനോടൊക്കെ ഇങ്ങനെ ചോദിച്ചാലേ കാര്യം ഉണ്ടാകും. ഒന്നുമില്ലേലും ഇത്ര വർഷം കഴിഞ്ഞോണ്ട് ഞങ്ങളെ ആരും പിടിക്കൂലെന്ന് അഹങ്കാരം കൂടി കാണും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാല് ഇവന്റെ വായിൽ എന്തേലും വീഴും. ഇത് പണിയാകുമോ? അയാള് നോക്കിക്കോളാന്നല്ലേ പറഞ്ഞത്. എന്റെ ചേട്ടാ, അയാളോട് എന്തെങ്കിലും ചോദിച്ചിട്ട് തല്ലേ, ചുമ്മാതെ കൊല്ലാക്കൊല ചെയ്യാതെ. അല്ല, അയാളുടെ അടിയില് ആള് കാഞ്ഞു പോയ എന്ത് ചെയ്യും? ഒന്നും മിണ്ടാതിരി. പറയടാ, 2004 ജൂലൈ 13 നീ എന്താടാ നോയലിനോട് ചെയ്തത്? നോയൽ? അയ്യോ, അവനൊന്നും അറിയില്ല. എന്റെ പൊന്നു ബ്രോ, അടികൊണ്ട് ചാവണ്ടേ, അറിയാവുന്നത് പറയുന്നതാ നല്ലത്. അത് തന്നെ. ഇല്ല, ഞാൻ നിന്നെ വേണ്ട, ഞാൻ പറയാം. ഇനി എന്നെ തല്ലല്ലേ പ്ലീസ്. ഞാനല്ല നോയലിനെ കൊന്നത്. പക്ഷെ കൂട്ടു നിൽക്കേണ്ടി വന്നു. അന്നേരത്തെ എന്റെ അവസ്ഥ അതായിപ്പോയി. അതാ. ഹേയ് നോയൽ. എന്താ? കോളേജിന്റെ പഴയ ബിൽഡിങ്ങിൽ സെഡ്രിക് എലീനെ പിടിച്ചു വെച്ചേക്കുവാ. ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഹാ, വരണം മിസ്റ്റർ നോയൽ ഐസക്. എലീന എവിടെ? എലീന തിരക്കി വന്നയാണോ? പക്ഷേ അവൾ ഇവിടെ ഇല്ലല്ലോ മോനെ. നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെറുപ്പത്തിലെ നല്ല പറഞ്ഞ് വളർത്തിയിരുന്നേ നീ ഇങ്ങനെ ആവില്ലായിരുന്നു. എന്തായാലും നിന്റെ ഡ്രാമ കണ്ട് നിൽക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ക്ലോസ് ചെയ്തോണേ. നീ ഇന്ന് എങ്ങോട്ടും പോവില്ല. സെഡ്രിക്, വെറുതെ പ്രശ്നങ്ങൾ വലുതാക്കുന്നത് നീയാണ്. അതിന് നീ എനിക്കെതിരെ വരുന്നോണ്ടല്ലേ. ഞാൻ കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും, ചിലപ്പോ ഡ്രഗ്സ് ഉപയോഗിക്കും. അതിന് നിനക്കെന്താടാ? നീ നശിക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീ കാരണം ഒന്നും അറിയാത്ത പാവം പിള്ളേരെ കൂടെ ചീത്തയാക്കുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല. അതാ കംപ്ലൈന്റ് ചെയ്തത്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ ഒരു ഗതിയില്ലാത്ത നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നത്? എന്റെ വീട്ടുകാരെ എനിക്ക് പേടിയില്ല, അപ്പോഴാണോ നിന്നെ? അതുകൊണ്ടാ നീ ഇങ്ങനൊരു തോൽവിയായി പോയത് സെഡ്രിക്. സെഡ്രിക് മതിയടാ. ഏയ്, ഇടയ്ക്ക് കയറാൻ നിനക്കും കിട്ടും. മാറി നിന്നു. നിന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മര്യാദയ്ക്ക് നാളെ തന്നെ കംപ്ലൈന്റ് പിൻവലിച്ചു. അതാ നിനക്ക് നല്ലത്. നീ എന്നെ എത്ര തല്ലിയാലും ഞാൻ കംപ്ലൈന്റ് പിൻവലിക്കില്ല സെഡ്രിക്. ഇവനെ ഞാൻ... സെഡ്രിക് വേണ്ട. മതിയാക്ക്. ഇനി അയാൾ സൗണ്ട് കേട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരും, പണിയാവും. എഴുന്നേറ്റ് പോവാൻ പറ നാറിയോട്. നോയൽ, നോയൽ, എന്താടാ? പോയി ശരിക്കും നോക്ക്. എടാ
പൾസ് ഇല്ലടാ. എന്റെ കർത്താവേ. ഏയ്, നീ ഇങ്ങനെ പേടിക്കാതെ പിന്നെ നീ കൊന്നു സെഡ്രിക്. എന്തായാലും അറിയും. പിന്നെ നമ്മുടെ ഭാവി ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാനല്ല, ഞാൻ എന്റെ അങ്കിളിനെ വിളിക്കാം. അതുവരെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഇരുട്ടി തുടങ്ങിയോണ്ട് വരാൻ ചാൻസ് കുറവാ. ഹലോ അങ്കിൾ, ഞാനാ സെഡ്രിക്. എനിക്ക് ഒരു പണി കിട്ടി. ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? അത്യാവശ്യം. നീ ഇത് എന്ത് പണിയല്ല കാണിച്ചേക്കുന്നേ? കൊല്ലണമെന്ന് വെച്ചല്ല, പിന്നെ പറ്റിപ്പോയി. എന്നുവെച്ച് എനിക്കൊരു കുറ്റബോധവും ഇല്ല. ഇവനല്ലേലും ചാവേണ്ടവനാ. നീ ചെയ്തു വെച്ചേക്കുന്നതിന്റെ സീരിയസ്നെസ് അറിഞ്ഞോണ്ടാണോ ഈ തിളയ്ക്കുന്നത്? അങ്കിൾ ചുമ്മാ പേടിപ്പിക്കല്ലേ. എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും, ഇല്ല ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞോളാം. ആരേലും കണ്ടായിരുന്നു? ഇല്ല. ഏയ്, പേടിക്കാതിരിക്കെ. എന്നാല് ഒന്നുമില്ല, റിലാക്സ്. പേടി നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുക. വേഗം തന്നെ ബോഡി ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ തെളിവ് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഈ കേസിന്റെ കാര്യം അതെനിക്ക് വിട്ടേക്ക്. എവിഡൻസ് മിസ്ലീഡ് ചെയ്തോളാം. പക്ഷെ ഒരു കാരണവശാലും നോയലിൽ നിന്ന് നിങ്ങളിലേക്ക് കേസ് എത്തുന്ന വഴി ഉണ്ടാവരുത്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ആയി, അത് പ്രശ്നം ഉണ്ടാവില്ല. ഈ കോളേജിലേക്ക് അന്വേഷണം വന്നാലല്ലേ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നറിയൂ. എടാ എലീന, അവിടെ പണിയാവാൻ ചാൻസ് ഉണ്ട്. ആരാത്? ഇവന്റെ കൂട്ടുകാരിയെ. അത് വിട്, അവളൊന്നും പറയൂല. എവിടെയാ ഇപ്പൊ മാറ്റുക? മാപ്പിൾ മേർ. അവിടെ ആകുമ്പോ ഈസി ആയി ഡംപ് ചെയ്യാം. നമുക്ക് അതിനുള്ള ടൈമും കിട്ടും. ഓക്കെ, പിടിക്ക്. അങ്ങനെ ഞങ്ങള് നോയലിന്റെ ബോഡി മാപ്പിൽ മേറി കൊണ്ടിട്ടു. സത്യമായിട്ട് നോയലിനോട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല. കൂടെ നിന്നില്ലേ അവൻ എന്നെ കൂടെ തട്ടുമെന്ന് പേടിച്ചിട്ട്. ഇനിയിപ്പോ കേസ് വന്നാലും എന്നെ മാത്രം അകത്താക്കി അവൻ സ്കൂട്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കൂടെ നിന്നത്. ഒരു പാവത്തിനെ എല്ലാം കൂടെ കൊന്നിട്ട് നിന്ന് മോങ്ങുന്നു. എടാ, ഞാനും കൂടെ ഒരെണ്ണം കൊടുക്കട്ടെ? എന്റെ കൈ ധരിക്കുന്നു. ഹേയ് വേണ്ട, മറ്റവനെയാ നമുക്ക് വേണ്ടത്. സെഡ്രിക് എവിടെ ഉണ്ട്? എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. അതിനുശേഷം അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിന്നാ ഞാൻ അറിഞ്ഞേ. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. അതുവിടെ, നിങ്ങൾ അവനെ കൊണ്ട് പ്രോസിക്യൂട്ടറിന്റെ അടുത്ത് ചെന്ന് തെളിവ് ഏൽപ്പിച്ച് കേസ് റീഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ നോക്ക്. ആ സമയം കൊണ്ട് ഞാൻ അവനെ കണ്ടുപിടിക്കാൻ നോക്കാം. അവനിനി ഏത് ഭൂഖണ്ഡത്തിലാണേലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. പോരെ? എടാ, എന്താ നീങ്ങി വന്നേ? ഇപ്പൊ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. നമുക്ക് എവിടെ വരെ ഒന്ന് പോണം. ആരാ? വിൻസെന്റ് ജോസഫ്. വാട്ട്? ഈസ് ഹി അലൈവ്? യെസ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇപ്പൊ അറിഞ്ഞ 8 മുമ്പ് എത്താം. സാൽവിയെ അറിയിക്കണ്ടേ? അയാൾ കൂടെ വന്നാൽ ചിലപ്പോ അയാളെ ജീവനോട് കിട്ടൂല. നീ വരാൻ നോക്ക്. ഓക്കെ. ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് വന്നയാ. വിൻസെന്റ് ജോസഫ്. ഓ, വരൂ. മരിച്ചെന്ന് കരുതിയ ഞാനിപ്പോ എങ്ങനെയാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഒരു കണക്കിന് ഇവൻ ചത്തു ജീവിക്കുന്നതിന് തുല്യല്ലേ? കയ്യോ കാലോ അനക്കാൻ പോലും പറ്റാതെ, ഒരാളുടെ സഹായമില്ലാതെ ഒന്ന് തിരിഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ചെയ്ത പ്രവൃത്തിക്ക് കാലം തന്ന കൂലി. എന്തായാലും തെക്കോട്ടെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടതിൽ വലിയ സന്തോഷം. ജാസൻ. അല്ല പിന്നെ.
നിങ്ങൾ ഈ കേസിന്റെ പിന്നാലെയാണെന്ന് അറിഞ്ഞപ്പോ കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. അല്ല, ഞങ്ങൾ ഞാനാ പറഞ്ഞത്. ഡയാന. ഇതെന്റെ കസിന്റെ മകളാ. ഉപ്പാപ്പനെ ഇടയ്ക്ക് നോക്കാൻ വരുന്നത് ഞാനാ. സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. അപ്പൊ തൊട്ട് നിങ്ങളെ കാണണമെന്ന് പറയുമായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ പറഞ്ഞ പോലെ കർമ്മയായിരിക്കും എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. എല്ലാവർക്കും വൈകിയല്ലേ, പക്ഷെ അധികം വൈകിയില്ല എനിക്ക്. 22 വർഷം മുമ്പേ അത് സംഭവിച്ചു. ഗന്നത്താണോ? അല്ല, ആണെങ്കിലും ഞങ്ങൾക്ക് സിമ്പതിയൊന്നും തോന്നണില്ല. നിങ്ങളുടെ ദേഷ്യം കണ്ടിട്ട് എല്ലാം അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനാ വിളിപ്പിച്ചേ. അതുപോലെ അന്ന് ഞാൻ മാറ്റിവെച്ച തെളിവുകളെല്ലാം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ 2 വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണിത്. അതിനുള്ള കൂലി എനിക്ക് കിട്ടി. സംഭവങ്ങളെല്ലാം തീർന്നെങ്കിലും പിന്നീട് എനിക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിന്റെ കുറ്റബോധവും ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാണ്ടായി. വിൻസെന്റ്, ഈ കേസിൽ എന്റെ മോന്റെ തലയിൽ വരാൻ പാടില്ല. ചേച്ചി, എനിക്കൊന്നും അറിയില്ല. നീ സഹായിച്ചില്ലേ? എനിക്ക് നിന്നേക്കാൾ ഉയർന്ന ഓഫീസേഴ്സിനെ അറിയാം. ഞാൻ അവരോട് വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇവനൊരു പ്രശ്നം വരൂല. പോരെ? പിന്നീട് ഗന്നത്ത് ജയിലിൽ ചാടിയതിനു ശേഷം എന്നെ കാണാൻ വന്നിരുന്നു. ഗന്നത്ത്, എന്തിനാടോ എന്റെ നോവലിനെ കൊന്നത്? ഞാനല്ല, പ്ലീസ്. അവരൊരു പാവമല്ലായിരുന്നു. കേസ് അന്വേഷിക്കാതെ അതെന്റെ തലയെ കെട്ടിവെച്ച് എന്റെ നോവലിന് കിട്ടേണ്ട നീതിയാ നീയൊക്കെ കൂടി ഇല്ലാതാക്കിയത്. എന്തിനാ? അവരൊരു പാവമല്ലായിരുന്നു. എന്റെ കൂടെ ജീവിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം. നിങ്ങൾക്കറിയോ ഞാൻ ജീവിതം എന്തെന്ന് അവ വന്നതിന് ശേഷം അറിയാൻ തുടങ്ങിയത്. ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിനക്ക് കൂടി നശിപ്പിച്ചു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ഗന്നത്ത്, മിണ്ടരുത്. നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ നോവലിനൊരു വാക്ക് കൊടുത്തിരുന്നു, തെറ്റൊന്നും ചെയ്യില്ലെന്ന്. അതുകൊണ്ട് മാത്രം എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റുന്നില്ലടാ. എന്നോട് ക്ഷമ. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും നീ യോഗ്യനല്ല. എന്തായാലും ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്റെ മനസ്സുകൊണ്ട് പറയുക, നീ നരകിക്കും. എന്റെ നോയലിനോട് ക്രൂരത ചെയ്ത എല്ലാവരും നരകിക്കും. ഞാനാ പറയുന്നത്. ഗന്നത്ത്, ഹലോ, എന്താ അങ്കിൾ? നീ എവിടെയാ? ഞാനീ നാട്ടിൽ നിന്ന് പോവാ, അതിനുള്ള പരിപാടിയില്ല. എന്താ? സെഡ്രിക്, നീ പോലീസിൽ കീഴടങ്ങണം. എന്താ? മതിയാക്ക സെഡ്രിക്, എനിക്ക് വയ്യ. ഈ കുറ്റബോധം എന്നെ കൊണ്ട് പോവും. ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റൂല. നീ കീഴടങ്ങ്. അറിയാതെ പറ്റിയതാന്ന് പറഞ്ഞ ശിക്ഷ ഇളവ് കിട്ടും. അങ്കിൾ എവിടെയാ? ഞാൻ എന്റെ ക്വാർട്ടേഴ്സിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അങ്കിള് പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചു. ശരിയാ, ഞാൻ ചെയ്തത് വലിയ തെറ്റാ. അതെ, ഞാനും കീഴടങ്ങാം. എന്തു പറയുന്നു? എന്തായാലും തെറ്റ് ചെയ്ത് ഞാൻ പാപിയായി. ഇനി ഒരു തെറ്റൂടെ ചെയ്യുന്നോണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലേ സെഡ്രിക്? അവന്റെ അമ്മൂമ്മയുടെ കുറ്റബോധം ചത്ത് തൊലയടാ. അവൻ ഞാൻ മരിച്ചെന്നാ കരുതിയേ. ഇയാള് വന്നോണ്ട് ഞാൻ ചത്തില്ല. അങ്ങനെ 6 വർഷം ഞാൻ കോമയിലായിരുന്നു. പിന്നീട് സംസാരശേഷി ഒഴിച്ച് ബാക്കിയെല്ലാം പോയി എന്ന് പറയാം. എന്താ ഇപ്പോഴത്തെ കണ്ടീഷൻ?
ഈയിടെ ഒട്ടും വയ്യായിരുന്നു. ഇന്നോ നാളെയോ എന്ന നിലയിലാ. അതാ നിങ്ങളെ കാണണമെന്ന് വാശി പിടിച്ചത്. മോളെ, ആ പേപ്പേഴ്സ് ഒക്കെ അങ്ങ് എടുത്തു കൊടുക്ക്. അവൻ എവിടെ പോയി വിളിച്ചാലും അവനെ കണ്ടുപിടിക്കണം. നോയലിനും ഗന്നത്തിനും നീതി ലഭിക്കണം. നീതി വൈകിയേക്കാം, പക്ഷേ നിഷേധിക്കപ്പെടരുത് എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. മോന്റെ പേര് ഇവാൻ ഏലിയാസ് ആർഡൻ. ഏലിയാസ് ആർഡൻ. എന്റെ അപ്പനാ. എന്താ അറിയുമോ? അത് ഓ, 1 മിനിറ്റ്. ഇതാണ് ആള്. ഏലിയാസ്, നീ അപ്പോ? ഞാൻ അഡോപ്റ്റഡ് സൺ ആണ്. അപ്പോ കല്യാണം കഴിച്ചില്ലേ? ഇല്ല. ചോദിക്കുമ്പോഴൊക്കെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തതിൽ തെറ്റിപ്പോയി എന്ന് എന്നോട് പറയാറ്. ഹേയ്, എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിതത്തിൽ 2 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലെ 2ാമത്തെ തെറ്റാ ഞാൻ എന്റെ ഏലിയാസിനോട് ചെയ്തത്. വിൻസെന്റ്, എനിക്ക് ഇന്നെങ്കിലും അതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഏലിയാസ്. എനിക്ക് കുറച്ച് സമയം താ. 3 വർഷം പോരായിരുന്നോ നിനക്ക്? എടാ, ഞാനിപ്പൊ ചെന്ന് വീട്ടിൽ ഇത് അവതരിപ്പിച്ച അവർ സമ്മതിക്കൂല. ഇറക്കി എങ്ങാനും വിട്ടാ പോവാൻ പോലും ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞ എത്ര നാളാ വിൻസെന്റ്? എന്റെ വീട്ടിൽ നമുക്ക് വേണ്ടിയല്ലേ ഞാൻ സമ്മതിപ്പിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞാലോ? ഇനി വല്ല സംഭവിച്ചാ നീ എന്റെ കൂടെ വാ. എനിക്കാണ് ഇപ്പൊ ഒരു ജോലിയായില്ലേ, ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് പോയടാ. നിന്റെ തുക്കട ശമ്പളത്തിന് ഞാൻ എന്റെ ഈ ജോലിയും കളഞ്ഞു വരണോ? ഓ, നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ പ്ലാനൊന്നുമില്ല അല്ലേ? എടാ, ഞാൻ ഹലോ അങ്കിൾ, എനിക്കൊരു പണി കിട്ടി. ഒന്നിടം വരെ വരാൻ പറ്റുമോ? ഞാൻ ദാ വരുന്നു. എനിക്ക് പോണം വിൻസെന്റ്. നാളെ രാവിലെ 4 മണി വരെ ഞാൻ നോക്കും. അതിനുള്ളിൽ നീ സ്റ്റേഷനിൽ വന്നില്ലേ, പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് നീ അങ്ങ് മറന്നേര്. പിന്നീടുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായതുകൊണ്ട് കൃത്യസമയത്ത് എനിക്ക് എത്താൻ സാധിച്ചില്ല. അങ്ങനെ അവന്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ പോയി. തിരിച്ച് കാല് പിടിച്ച് മാപ്പ് ചോദിക്കണോന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അതിനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല പിന്നീടുള്ള എന്റെ ജീവിതം. പിന്നെ ഇങ്ങനെയൊക്കെ ആയി. അവൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുവാണെന്ന് ഞാൻ ഇതുവരെ കരുതിയത്. പക്ഷെ ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ആണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അപ്പനോട് ഹേയ് വേണ്ട, എന്നെ കണ്ട കാര്യമോ എന്തിന് ഞാൻ ജീവനോടുണ്ടെന്ന് പോലും അവൻ അറിയണ്ട. അവന്റെ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. സാഹചര്യം ഇതായിരുന്നു എന്ന് പറഞ്ഞൂടെ? പറയാം. എന്റെ ഈ അവസ്ഥ കണ്ട അവൻ പിന്നെ എന്നെ വിട്ടു പോകില്ലെന്നും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത് പറയണ്ടാന്ന്. അവനോട് വിഷമിക്കുക എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അവന്റെ ജീവിതത്തിൽ വിൻസെന്റ് എന്നോ മരിച്ചു പോയതാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒന്നിച്ച സുന്ദരമാകുന്നൊന്നും ഈ ലോകം ഒന്നിപ്പിക്കില്ല. ഹേയ്, നിങ്ങളാരാ ക്യാബിനിലോട്ട് കയറ്റി വിട്ടത്? അത് പിന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അണ്ണാക്കിലേക്ക് തള്ളിക്കാനൊന്നും ഞങ്ങൾക്കിപ്പോ സമയമില്ല. ഹേയ്, ഓഫീസിൽ വന്ന് ഷോ കാണിക്കുന്നു. ഗെറ്റ് ഔട്ട്. ആരാ നിങ്ങള്? ഞാൻ ഇവാൻ ഏലിയാസ് ആർഡൻ. ഞാൻ ജാസൻ ജോർജ്. ഓ, അപ്പന്മാരെ ജോലിന്ന് പിരിച്ചുവിട്ടതിന് പകരം ചോദിക്കാൻ വന്നെയാണോ? അതവിടെ നിക്കട്ടെ. ഞങ്ങളെ 22 വർഷം മുമ്പുള്ളൊരു കണക്ക് തീർക്കാനാ വന്നേ. മനസ്സിലായില്ലേ? സെഡ്രിക് സെബാസ്റ്റ്യൻ. പേര് മാറ്റിയ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടാ. ഓ, നീയൊക്കെ എന്നെ എന്ത് ചെയ്യാനാ? 22 വർഷം കൊണ്ട് നടക്കാത്തതാണോ നിന്നെ പോലെ 2 പീറച്ചക്കന്മാര് ഇപ്പൊ വന്ന് എന്തോ കാണിക്കാന്? മോനെ സെഡ്രിക്കേ, നീയൊക്കെ കൂടി മണ്ണിട്ട് മൂടിയ ഈ കേസ് 22 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചെങ്കിൽ നിന്റെ വിധി എഴുതാനാണോ പറ്റാത്തത്? ഡാ, പോലീസ് എത്തിയല്ലോ. മിസ്റ്റർ വിക്ടർ അലക്സാണ്ടർ, യു ആർ അണ്ടർ അറസ്റ്റ്. എടാ നിക്കടോ, ഞാൻ വേണ്ടവരെ വിളിച്ചോളാം. ഫോം വാങ്ങടോ. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. രോക്ഷാകുലനായിട്ട് കാര്യമില്ല. ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. എടാ,
നീയൊക്കെ വിചാരിക്കുന്നതിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ആളെ കൂട്ടുപിടിച്ചിട്ടാ ഞങ്ങൾ ഈ കേസ് ഇവിടെ വരെ എത്തിച്ചത്. മനസ്സിലായില്ലല്ലേ? ദൈവം തന്നെ നിശ്ചയിച്ച വിധിയായത്. നിനക്ക് ഊരിപ്പോവാൻ കഴിയില്ല സെഡ്രിക്. ലോകേ, ഹേയ്, ഒന്ന് നിന്നേ. എന്റെ അമ്മയുടെ കൈക്കറി പിടിക്കും അല്ലടാ അലവലാതി. ഇപ്പൊ ഒരു സമാധാനം. ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വെൽമോറ കേസിന് നിർണായക വഴിത്തിരിവ്. 2004 കോളേജ് വിദ്യാർത്ഥിയായ നോയൽ ഐസക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റീഓപ്പൺ ചെയ്ത അന്വേഷണത്തിൽ ലഭിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെഡ്രിക് സെബാസ്റ്റ്യൻ എന്ന മറുപേരുള്ള പ്രശസ്ത വ്യവസായി വിക്ടർ അലക്സാണ്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങളോളം സത്യം മൂടിവെച്ച കേസിൽ 2 യുവാക്കൾ കണ്ടെത്തിയ നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തെ ഈ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് പോലീസ് പുറത്തുവിട്ടു. അതേസമയം പ്രതിക്കെതിരെ തുടർ നടപടികളും അന്തിമ വിധിയും കോടതിയുടെ പരിഗണനയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. വെൽമോറ കേസിലെ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. എന്തായി? വിധി ഇപ്പൊ പറയും. 2004 വെൽമോറ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളും ഹാജരാക്കിയ തെളിവുകളും വിശദമായി പരിശോധിച്ച ശേഷം നോയൽ ഐസക്കിന്റെ മരണത്തിന് ഉത്തരവാദി സെഡ്രിക് സെബാസ്റ്റ്യനാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അന്ന് അന്വേഷണത്തിൽ കുറ്റക്കാരനായി വിധിച്ച ഗെന്നത്ത് ഇഗ്നേഷ്യസിന്റെ നിരപരാധിത്വവും ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ പ്രതിയെ സംരക്ഷിക്കുന്നതിനും സത്യാവസ്ഥ മറച്ചുവെക്കുന്നതുമായ തെളിവുകൾ നശിപ്പിക്കുകയും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുകയും ചെയ്ത ടോണി സേവ്യറിനെയും മുൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫിനെയും ഈ കോടതി കുറ്റക്കാരനായി കണ്ടെത്തുന്നു. ഒന്നാം പ്രതിയായ സെഡ്രിക് സെബാസ്റ്റ്യന് നിയമപ്രകാരം ജീവപര്യന്ത തടവ് ശിക്ഷയും അനുബന്ധ ശിക്ഷകളും ഈ കോടതി വിധിക്കുന്നു. രണ്ടാം പ്രതിയായ ടോണി സേവ്യറിന് തെളിവ് നശിപ്പിച്ചതിനും കുറ്റവാളിയെ സഹായിച്ചതിനും 10 വർഷ കഠിന തടവ് ശിക്ഷ ഈ കോടതി വിധിക്കുന്നു. മൂന്നാം പ്രതിയായ വിൻസെന്റ് ജോസഫ് നിയമപാലകനായിരിക്കെ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത അന്വേഷണത്തെ അട്ടിമറിക്കുകയും നീതിന്യായ വ്യവസ്ഥയെ വഞ്ചിക്കുകയും ചെയ്തതിനാൽ കുറ്റക്കാരനാണെന്ന് ഈ കോടതി പ്രഖ്യാപിക്കുന്നു. പ്രതിയുടെ നിലവിലെ ഗുരുതര ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് തടവ് ശിക്ഷ നടപ്പിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഈ കോടതിയുടെ കണ്ടെത്തൽ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും. സത്യങ്ങൾ മൂടിവെക്കാൻ എല്ലാ നാളും കഴിയുകയില്ല എന്നതിന് ഉദാഹരണമാണ് ഈ കേസ്. നോയൽ ഐസക്കിന് 22 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഈ നീതിയോടെ വെൽമോറ കേസ് ഈ കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു. ഓർഡേർഡ് അക്കോർഡിംഗ്ലി, കോർട്ട് ഈസ് അഡ്ജൻഡ്. ഫൈനലി അതും സംഭവിച്ചു. എന്ത് സംഭവിക്കാൻ? ഇത്രയൊക്കെ ചെയ്തിട്ടും ആ നാരക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ 22 വർഷം ജീവിച്ചില്ലേ. ഇനി ജയിലിലാണേലും അങ്ങനൊക്കെ തന്നെ. അതോർത്ത് പേടിക്കണ്ട. ജയിലിലെത്തിയാ പിന്നെ അവൻ നാളത്തെ സൂര്യോദയം കാണില്ല. എനിക്കറിയാവുന്ന ഒരുത്തനെ ഞാൻ ഈ ജയിലിലേക്ക് മാറ്റി. അവനൊരു 5-6 കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിൽ പോയതാ. മനുഷ്യരെ വേദനിപ്പിച്ച് കൊല്ലുന്നതാ അവന്റെ വിനോദം. സെഡ്രിക്കിന്റെ കാര്യം ഇനി അവൻ നോക്കിക്കോളും. അത് പൊളിച്ച് ഇപ്പോഴാ ഒറിജിനൽ വിധി നടപ്പിലാക്കിയത്. എടാ, ഒരു മിനിറ്റ്, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. നിങ്ങളപ്പോ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു? 22 വർഷം മുമ്പേ. സാൽവി, ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവാ. അതിനു മുൻപ് ഒരുറപ്പ് നീ തരണം. എന്താടാ? എത്ര വർഷം കഴിഞ്ഞാലും ഒരു നാൾ നീ എന്റെ നോയലിനെ കൊന്നത് ഏതവനാണെന്നറിയും. അറിഞ്ഞാൽ പിന്നെ അവൻ ജീവനോട് ഉണ്ടാവാൻ പാടില്ല. ഇവാൻ, വിൻസെന്റ് മരിച്ചു. എപ്പോ? കുറച്ചു നേരം ആയുള്ളൂ. ഡയാനയെ വിളിച്ച്. ഓ, കോടതി വിധിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അയാളെ ഇത്ര നാളും ജീവനോടെ ദൈവം വെച്ചത്. നിന്നെ ഞാൻ ഒരു കുറവും കൂടാതെ നോക്കും. ഇഗ്നേഷ്യസ്, അതിനെനിക്കൊരു സംശയമില്ല. നീ എന്നെ ഏത് വിധേനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം. സോറിടാ, എന്നെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇഗ്നേഷ്യസ്, നമ്മ തമ്മിൽ എത്ര പിണങ്ങിയാലും അധിക നേരം അകന്നിരിക്കരുത്. ഈഗോ പാടില്ല. ഞാനിനി നിന്റെ അടുത്തുനിന്ന് മാറിപ്പോയാലും നീ എന്നെ തേടി വരണം, എത്ര ദൂരെയാണെങ്കിലും. പ്രോമിസ്? പ്രോമിസ്. അങ്ങനെ നിനക്ക് തന്ന പ്രോമിസ് ഞാൻ തെറ്റിക്കില്ല. ഭൂമിയിലായാലും
സ്വർഗത്തിലായാലും ഇനി നരകത്തിലായാലും നീ എവിടാണോ അവിടെ ഞാൻ ഉണ്ടാകും. കാരണം നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കണം നോയൽ. നിന്നെ അന്വേഷിച്ച് ഞാൻ വന്നില്ലെന്ന് ഒരിക്കലും നീ പറഞ്ഞു വിഷമിക്കാൻ ഞാൻ ഇടവരുത്തൂല. ഇവാൻ, എടാ ഇവാനെ, ഞാൻ പറഞ്ഞുവല്ലോ, നീ കേട്ടോ? ഈ ആകാശം നോക്കി സ്വപ്നം കാണുവാണോ? അതൊന്നുമില്ലടാ, എനിക്കിപ്പോ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു. എന്ത്? സ്വർഗത്തിന്റെ ഏതോ ശാന്തമായ ഇടനാഴികളിൽ കാലം മായ്ക്കാൻ കഴിയാത്തൊരു പുഞ്ചിരിയുമായി നോയലും കെന്നത്തും കൈകോർത്ത് നടക്കുന്നു. വർഷങ്ങളോളം ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ട സത്യവും നീതിയും ഒടുവിൽ അവരെ തേടി വന്നതിനാലാവാം ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളല്ല, അവരാണ്.